ഞാനൊരു അമിത മദ്യപ ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ശുഭേട്ടാ. ഹായ് ഷിബിച്ച്. ഹായ് 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 ഷിബിച്ചേട്ടാ. ഹായ്. ഹായ്. ഹായ് ശുഭേട്ടാ. ഹായ്. മറ്റൊരു ഞായറാഴ്ച നമ്മൾ വീണ്ടും കൂടിച്ചേർന്നിരിക്കുകയാണ്. ആം, ചരിത്രത്തിലൂടെയാണ് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും അക്കാലത്തെ ഏറ്റവും വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിൽ ആണ് നമ്മൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവരൊരുക്കിയ അത്താഴ വിരുന്നിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് 1937 ഡിസംബർ മാസമാണ്. റോക്ക്ഫെല്ലറിന്റെ അത്താഴ വിരുന്നിലേക്ക് മുന്നോടിയായി ആൽക്കോളിക്സ് അനോണിമസ് അംഗങ്ങൾ ആ കാലത്തെടുത്ത കുറെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചരിത്രത്തിന്റെ പുസ്തകത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. Dr. Bob and Paul Stanley drove from Akron to Brooklyn, arriving late on Saturday. അപ്പോൾ ഡോക്ടർ ബോബും പോൾ സ്റ്റാൻലി എന്ന് പറയുന്ന നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിലെ മെമ്പറും കൂടി ബ്രുക്ലിനിലേക്ക് ആ പറയുന്ന ശനിയാഴ്ച ഡിസംബർ 11 അവിടെ എത്തിച്ചേരുകയാണ്. അപ്പൊ ഞായറാഴ്ചയാണ് അത്താഴ വിരുന്ന്, ശനിയാഴ്ച അവിടെ എത്തിച്ചേരുന്നു. ബിൽ ഹാഡ് അറേഞ്ച്ഡ് എ സെറ്റപ്പ് മീറ്റിംഗ് ഫോർ ദ നൈറ്റ് ബിഫോർ ദ റോക്ക്ഫെല്ലർ ഡിന്നർ. അപ്പോ ഈ അത്താഴ വിരുന്നിന് തൊട്ട് മുമ്പായിട്ട് ഇതിനെപ്പറ്റി എല്ലാം വിശദീകരിക്കാൻ വേണ്ടി ബിൽ ഡബ്ല്യു ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. So all the required alcoholics gathered at his house Sunday evening to plan their strategy and rehearse their presentation for the next night. അടുത്ത ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത രാത്രിയിലേക്കുള്ള അത്താഴ വിരുന്നിലേക്കുള്ള സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം അവരൊരു ഒന്ന് റിഹേഴ്സ് ചെയ്തു. പരസ്പരം അതൊക്കെ സംസാരിച്ച് അവിടെ അതിനു വേണ്ടിയിട്ടാണ് ആ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഹാങ് പി ആൻഡ് ഹിസ് വൈഫ് കാതലിൻ came in from New Jersey early on Sunday morning. ഹാങ് പി എന്ന് പറയുന്ന നമ്മുടെ മെമ്പറും അദ്ദേഹത്തിന്റെ വൈഫായ കാതലിനും ഞായറാഴ്ച രാവിലെയാണ് അവിടെ എത്തിച്ചേർന്നത്. ആൻഡ് ദേ കുഡ് ജോയിൻ എവരി വൺ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അന്നത്തെ രാവിലത്തെ അവരുടെ ഭക്ഷണത്തോടൊപ്പം അവരും കൂടിച്ചേർന്നു. നെറ്റ് പോയിന്റർ, എ റീസെന്റ് അഡീഷൻ ടു ദ ന്യൂയോർക്ക് ഗ്രൂപ്പ്, വാസ് there and planned to spend the night. നെറ്റ് പോയിന്റർ എന്ന് പറയുന്ന പുതിയ ഒരു മെമ്പർ, ന്യൂയോർക്ക് ഗ്രൂപ്പിലെ പുതിയ അംഗമാണ്. അയാളും ആ രാത്രിയിൽ അവരോടൊപ്പം ചേർന്നു. ബിൽ റൂഡൽ, ജോ ടൈലർ ആൻഡ് ഫിറ്റ്സ് മയോ റൗണ്ടഡ് ഔട്ട് ദ ഗ്രൂപ്പ് ഓഫ് 8 drunks who would be joined the Rockefeller group for dinner the following evening. അപ്പൊ അടുത്ത വൈകുന്നേരം ബിൽ റൂഡലും ജോ ടൈലറും ഫിറ്റ്സ് മയോ ഇവരെല്ലാം നമ്മുടെ മെമ്പേഴ്സാണ്. ഇവരെല്ലാവരും കൂടി ആ 8 പേരടങ്ങുന്ന ആ ഗ്രൂപ്പിലേക്ക് കൂടിച്ചേർന്നു. We have met all these players before with the exception of Ned Pointer and Joe Taylor. നെറ്റ് പോയിന്ററും ജോ ടൈലറും എന്ന് പറയുന്ന പ്രസിദ്ധരായ രണ്ടുപേരും കൂടി നമ്മുടെ കാലത്ത് നമ്മുടെ അംഗങ്ങളാണ്. ബോത്ത് ഓഫ് whom would have been truly anonymous figures if it weren't for their starring roles during the first and most critical meeting with the four Rockefeller men. അപ്പോൾ നാല് റോക്ക്ഫെല്ലർ മനുഷ്യരെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് മുമ്പായി വളരെ അനോണിമസ് ആയിരുന്ന ഇവരാണ് നെറ്റ് പോയിന്ററും ജോ ടൈലറും. നെറ്റ് പോയിന്റർ ഹാഡ് ക്വിറ്റ് ഡ്രിങ്കിങ് എ ഷോർട്ട് ടൈം ബിഫോർ ഹിസ് മീറ്റിംഗ് ആൻഡ് ഹി ഡിഡ്ന്റ് സ്റ്റേ സോബർ വെരി ലോങ്. നെറ്റ് പോയിന്റർ കുറച്ചു കാലം മീറ്റിംഗിൽ പങ്കെടുത്തെങ്കിലും തുടർച്ചയായിട്ടുള്ള സുബോധാവസ്ഥയിൽ അദ്ദേഹം നിലനിന്നില്ല. ബിൽ നോട്ട് ദാറ്റ് നെറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ കോൺഫിഡൻസ് മാൻ. അതായത് ബില്ല് അതിനെപ്പറ്റി പറയുന്നത് നെറ്റ് പോയിന്റർ എന്ന് പറയുന്ന ആ അംഗത്തിന് ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂടിയത് കൊണ്ടാണ് അങ്ങനെ സംഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ്. ഇൻ ഷോർട്ട്, എ കോൺ മാൻ. ലൂയിസ് ഗിവ്സ് സം ഫർദർ ഡീറ്റെയിൽസ് ഇൻ എ ലെറ്റർ ടു ബിൽ 2 months ആഫ്റ്റർ ദ റോക്ക്ഫെല്ലർ ഡിന്നർ. അപ്പോൾ പിന്നെ 2 ലെറ്ററിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ലൂയിസ് നൽകുന്നുണ്ട്. ദ ലേറ്റസ്റ്റ് ഈസ് ദാറ്റ് ഫ്രൈഡേ, അതായത് അവസാന വെള്ളിയാഴ്ച, നെറ്റ് പോയിന്റർ ആൻഡ് ഹിസ് വൈഫ് absconded with a car, a new suit and some of Ham's papers. Ham has notified the police. Net called here Thursday and wanted to talk to you. അപ്പോ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ
എനിക്ക് തോന്നുന്നു ഇത് പറയുന്നത് വെച്ചാല് ഒരു പുതിയ വീട്ടിലേക്ക് ഒരു കാർഡ് ഇടിച്ച് കയറ്റി. അപ്പോൾ ഹാങ്ക് അത് പോലീസിൽ നിന്ന് തിരിച്ചറിഞ്ഞ് നെഡിനെ വ്യാഴാഴ്ച വൈകുന്നേരം ഞാനുമായി സംസാരിക്കാൻ വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. വെസ്റ്റ് ടുക്ക് ദ മെസ്സേജ്. ഐ ഹോപ്പ് ഹാങ്ക് ഹാസ് എക്സാജറേറ്റഡ് ഇറ്റ് ഓൾ. ഹാങ്ക് ഫോൺഡ് ടുഡേ ആൻഡ് ആസ്ക്ഡ് വെസ് ഇഫ് ഹി വാണ്ടഡ് ടു ടോക്ക് ടു അവർ നെറ്റ്സ് ജോബ്സ്. അപ്പം കൂടാതെ ബസ് എന്ന് പറയുന്ന ആളോടും വരാൻ പറഞ്ഞുകൊണ്ട് അവര് സംസാരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇറ്റ് സീംസ് ദാറ്റ് നെറ്റ് വാസ് അനദർ വൺ ഓഫ് ദ റീസെന്റ് സോബേർഡ് ആൽക്കഹോളിക്സ് ഹു ഹാഡ് ബീൻ പുട്ട് ഓൺ ദ ഹോണർ ഡീലേഴ്സ് പേറോൾ. അപ്പോ പിന്നീട് നെഡ് ഇത് ഹോണർ ഡീലേഴ്സ് എന്ന് പറയുന്ന അവരുടെ കമ്പനിയിൽ അയാൾക്ക് ജോലി കൊടുത്തു. പേറോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശമ്പളം കൊടുത്തുകൊണ്ട് അവരെ അപ്പോയിന്റ് ചെയ്തതാണ്. Like several others who were given the same opportunity, he quickly drank himself out of that position. അപ്പോൾ അന്നത്തെ കാലത്ത് അവരുടെ ഗ്രൂപ്പിൽ വരുന്ന പലർക്കും ഹോണർ ഡീലേഴ്സിൽ ജോലി കൊടുത്തിരുന്നു. കാരണം ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വീണ്ടും തിരിച്ചുപോയി കുടിക്കുകയാണ് ചെയ്തത്. നെറ്റ് പോയിന്റർ. ജോ ടൈലർ ഹാഡ് എ മോർ ചെക്കേർഡ് കരിയർ വിത്ത് സോബ്രേറ്റി. അപ്പം സുബോധാവസ്ഥയിൽ കുറച്ചധികം കാലം ഉണ്ടായിരുന്ന ഒരാളാണ് ജോ ടൈലർ. ഹി ഫസ്റ്റ് ഷോസ് അപ്പ് ഇൻ എ ലെറ്റർ ബിൽ റോട്ട് ടു ലൂയിസ് ഇൻ ജൂലൈ 1936. 1936 ജൂലൈ മാസം ബിൽ ഡബ്ല്യു ലൂയിസിന് എഴുതുന്ന ഒരു കത്തില് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ക്ലിയർ വെദർ ഓർ നോട്ട് ഹി ഹാഡ് ക്വിറ്റ് ഡ്രിങ്കിങ് അറ്റ് ദാറ്റ് പോയിന്റ്. പക്ഷെ ആ ലെറ്ററിനെ വെച്ച് അവലംബിച്ച് നോക്കുമ്പോൾ ആ സമയത്ത് ജോ ടൈലർ കുടി നിർത്തിയോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി അറിവില്ല. ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് 2 months, അടുത്ത 2 മാസം, ബോത്ത് എബി ആൻഡ് ലൂയിസ് മെൻഷൻ ജോ ഇൻ ഡിഫറെന്റ് ലെറ്റേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി ഈസ് കറന്റ്ലി സോബർ. അപ്പോൾ പിന്നീട് 2 മാസം ഉണ്ടായ കത്തിടപാടുകളിൽ എബിയും ലൂയിസും എബി താജറും ലൂയിസും ഈ ജോയെ കുറിച്ച് പറയുകയും സോബറായി എന്ന് പറയുകയും ലൂയിസിന് കുറച്ച് അധികം ഡീറ്റെയിൽസ് അവനെ കുറിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ദ ഡ്രങ്ക്സ് seems to be all on a rampage and poor Joe is beside himself to know what to do with them all. അപ്പോൾ ജോ ടൈലർ പുതിയ ആളായതുകൊണ്ട് തന്നെ ഇവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ അവരുടെ പുറകിലായി കാത്തിരിക്കുകയാണ്. ഓറ ടൈലർ, ജോസ് വൈഫ്, ഹാഡ് ബിക്കം വൺ ഓഫ് ലൂയിസ് ഗുഡ് ഫ്രണ്ട്. ഓറ ടൈലർ എന്ന് പറയുന്ന ജോയുടെ വൈഫ് ലൂയിസിന്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്താണ്. ആൻഡ് ഷീ ഷോസ് അപ്പ് വിത്ത് റെഗുലാരിറ്റി ഇൻ ഹർ ഡയറി. അപ്പോ നിരന്തരമായിട്ട് ഡയറി എഴുതാറുള്ള ലൂയിസിന്റെ ഡയറിയിൽ എപ്പോഴും ഒരു സ്ഥാനം ഉണ്ടായിരുന്ന ആളാണ് ഈ ഓറ ടൈലർ. റിസീവിംഗ് 9 സ്പെസിഫിക് എൻട്രീസ് ഇൻ 1940. 1940 9 പ്രാവശ്യം അവളെ കുറിച്ച് ആ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ലൂയിസ് വാസ് നോട്ട് ദ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ റെക്കോർഡർ ഓഫ് റിലാപ്സസ്. Lewis was not that most faithful recorder of people's relapses, so it is not clear whether Joe was sober all of that time. അപ്പോ ഒരു സെക്കൻഡ്, ഒരു കോൾ വന്നു. അപ്പൊ ആളുകളുടെ സുബോധാവസ്ഥയിലെ ആളുകളെ കുറിച്ച് ലൂയിസ് പലപ്പോഴും ഡയറിയിൽ എഴുതാറില്ല. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡുകളിൽ കൃത്യമായി ഇയാൾ സോബറപ്പാണോ അല്ലയോ എന്ന് കൃത്യമായി അറിയില്ല. ലൂയിസ് വാസ് അതുകൊണ്ട് തന്നെ ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ട്, അതായത് ഫെയ്ത്ത്ഫുൾ റെക്കോർഡാണ്, ഒരു വിശ്വസനീയമായ റെക്കോർഡിക്കലായിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജോ തുടർച്ചയായി സോ ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ വെദർ ജോ വാസ് സോബർ ഓൾ ഓഫ് ദാറ്റ് ടൈം. അപ്പൊ ആ കാലത്ത് ജോ പൂർണ്ണമായും സോബർ ആണോ എന്ന് വ്യക്തമായി നമുക്കറിയത്തില്ല. സെർട്ടൻലി ഹി വാസ് ഡ്രിങ്കിങ് ഓൺ ജൂലൈ 15, 1940 വെൻ ലൂയിസ് റൈറ്റ്. അപ്പൊ 1940 ജൂലൈ 15 അദ്ദേഹം കുടിച്ചതായി ലൂയിസ് സൂചിപ്പിക്കുന്നുണ്ട്. ഹാർഡ് ലഞ്ച് വിത്ത് ഓറയുമായി ഒരു ഉച്ചഭക്ഷണം കഴിഞ്ഞു. ജോ സ്റ്റിൽ ഡ്രിങ്ക്. ജോ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഹിസ് വെക്കേഷൻ. ഇത് അദ്ദേഹത്തിന്റെ വെക്കേഷൻ ടൈമാണ്. ജോ വാസ് അബ്സ്റ്റിനന്റ് ഓൺലി വെൻ ഹി ഹാഡ് ടു വർക്ക്. അപ്പോൾ മദ്യം അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ടിരുന്നത് ജോലി ചെയ്യുമ്പോൾ മാത്രമാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ ഈ അംഗമായ ജോ ടൈലർ. ബട്ട് വാട്ട് വി ഡു നോ ഈസ് ദാറ്റ് ജോ ടൈലർ വാസ് സോബർ ഇനഫ് ഇൻ ഡിസംബർ 1937. 1937 മുതൽ അദ്ദേഹം സോബർ ആകാനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ ഏതായാലും
റോക്ക്ഫെല്ലർ ഡിന്നറിലേക്ക് അയാളെ ഇൻവൈറ്റ് ചെയ്തു. ആസ് വൺ ഓഫ് ദ സ്റ്റെർലിംഗ് എക്സാമ്പിൾ ഓഫ് ഹൗ വെൽ ദ ന്യൂ ക്യൂർ ഫോർ ആൽക്കോഹോളിസം വാസ് ആക്ച്വലി വർക്കിംഗ്. തുടർച്ചയായിട്ട് അദ്ദേഹം സോബറായി ആ സമയത്ത് ഇരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പിന്നീട് 1940 അദ്ദേഹം വീണുപോയെങ്കിലും അല്ലെങ്കിൽ റിലാപ്സ് പറ്റിയെങ്കിലും റോക്ക്ഫെല്ലർ ഡിന്നർ നൽകുന്ന സമയത്ത് ഇദ്ദേഹം സോബറാണ്. അപ്പൊ നമ്മുടെ ഈ മദ്യാസക്തിയുടെ ഈ സുഖപ്പെടൽ പദ്ധതിയെ കുറിച്ച് അവതരിപ്പിക്കാനായിട്ട് ഉദാഹരണത്തിനാണ് അദ്ദേഹത്തിനെയും അവരോടൊപ്പം കൂട്ടിച്ചേർത്തത്. There are no details accounts of what happened was that Sunday night setup meeting and that is truly unfortunate. അപ്പോ ആ രാത്രി, അതായത് സൺഡേ നൈറ്റ് എന്താണ് സംഭവിച്ചെന്നുള്ള കൃത്യമായ ഒരു അറിവ് പിന്നീട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത്രയും അംഗങ്ങൾ രാവിലെ അവിടെ വന്നു, ഫുഡ് കഴിച്ചു, വൈകുന്നേരം ഒരു സെറ്റപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളുടെ ഇപ്പൊ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഈ ചരിത്രകാരന്മാർക്ക് കിട്ടുന്നില്ല. How amazing it would be to have eavesdrop as Bill and his friends made plans for convincing the Rockefeller that they should contribute millions of dollars for the recovery of alcoholism. അതായത് ഓരോ തുള്ളിയായിട്ടുള്ള അറിവുകളും ബില്ലും ബോബും എടുത്ത പ്ലാനുകളും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനെ വിശ്വസിപ്പിക്കാനായിട്ട് അവരെടുത്ത കുറെ കോൺട്രിബ്യൂഷനുകളും അല്ലെങ്കിൽ ഈ പറയുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സ് നമുക്ക് കിട്ടുമെന്നുള്ള അവരുടെ പ്ലാനുകളും ഒക്കെ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ അവിടെ പറയാണ്. വാട്ട് ആർഗ്യുമെന്റ്സ് ഡിഡ് ദേ ഓൾ എഗ്രി on and then rehearse so that they could conveniently establish their case that the old word of mouth method was just too slow and how critical. അപ്പം ഇവര് പരസ്പരം ആർഗ്യുമെന്റ്സ് ചെയ്തിട്ടുണ്ടാകാം, പരസ്പരം എഗ്രി ചെയ്തിട്ടുണ്ടാകാം, ഇവർ പലപ്പോഴും എന്തൊക്കെ സംസാരിക്കണം റിഹേഴ്സ് ചെയ്തിട്ടുണ്ടാവാം അവിടെ. ഇതൊക്കെ അതുമാത്രമല്ല, വാമൊഴിയായി മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ഒരു വാമൊഴിയായി പടരേണ്ട ഈ ഒരു മെത്തേഡിനെ, അതും വളരെ സാവധാനം പടരുന്ന ഈ മെത്തേഡിനെ, അതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രോഗത്തിനെതിരെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സമീപനത്തെ എങ്ങനെ ലോകം മുഴുവൻ എത്തിക്കാൻ കഴിയും, എങ്ങനെ മെനി സഫറിങ് ആൽക്കഹോളിക്സ് ആസ് പോസിബിൾ. അപ്പൊ കഴിയുന്നതും ഇത്തരം കിട്ടാവുന്നിടത്തോളം ആൽക്കഹോളിക്കിന്റെ ഇടയിലേക്ക് ഇത് പകർത്താൻ കഴിയും. ആൻഡ് ക്വിക്ലി ആസ് പോസിബിൾ, എത്ര വേഗത്തിൽ എത്തിക്കാൻ കഴിയും എന്നൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ചകളെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കാത്തത് അൺഫോർച്ചുനേറ്റ് എന്നാണ് അവർ പറയാം. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ഹാങ് പി certainly the most aggressive promoter in the room. തീർച്ചയായും ഹാങ് പി ആയിരിക്കണം അവിടെ വലിയൊരു പ്രൊമോട്ടറായി മാറിയത്. എക്സ്പ്രസ്ഡ് strong opinions about how the group should formulate their overall strategy and he undoubtedly contributed. അതായത് തീർച്ചയായും ഹാങ് പി ആയിരിക്കണം അവിടെ ഒരു സ്ട്രോങ് മനുഷ്യനായിട്ട് ഉണ്ടായിരുന്നത്. സ്ട്രോങ് ഒപ്പീനിയൻസ്, സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആ ഗ്രൂപ്പിനെ ഫോർമുലേറ്റ് ചെയ്യുന്ന, അതായത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ മുമ്പിലേക്ക് ഇവരെത്തിക്കാനായിട്ട് ട്രെയിൻ ചെയ്തിട്ടത് തീർച്ചയായും ഹാങ് പി ആയിരിക്കുമെന്നാണ് ചരിത്രകാരന്മാർ പറയാം. കാരണം undoubtedly contributed several of the arguments eventually used in their presentations. ഒരു പക്ഷേ തുടർച്ചയായ ഒരുപാട് ആർഗ്യുമെന്റ്സ് അവിടെ നടന്നിട്ടുണ്ടാവാം ഇവരുടെ ഈ പറയുന്ന റോക്ക്ഫെല്ലർ മനുഷ്യരുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കുന്നതിന് മുമ്പ്. ഇഫ് നത്തിങ് എൽസ്, it would be fascinated to know what kind of comments and kidding Hank had to endure that night. ഇത് നമുക്ക് അറിയാൻ കഴിയുമെങ്കിൽ ഇത് നമുക്ക് വളരെ മനോഹരമായി തോന്നിയാണ്. നമുക്കിതെല്ലാം എങ്ങനെയാണ് ഹാങ്ക് അത് രാത്രി കൈകാര്യം ചെയ്തത്. ആഫ്റ്റർ ഓൾ ജസ്റ്റ് 2 years earlier he had been fired by the Standard Oil Company. അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി എന്ന് പറയുന്ന പ്രസിദ്ധമായ കമ്പനിയിൽ നിന്ന് തന്റെ ജോലി നഷ്ടപ്പെട്ട് ഈ പറയുന്ന നമ്മുടെ ഈ പ്രോഗ്രാം സ്വീകരിച്ച് സോബറായ ഒരാളാണ്. ദ വെരി സോഴ്സ് ഓഫ് ജോൺ ഡി റോക്ക്ഫെല്ലർസ് വെൽത്ത്. ഈ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി എന്ന് പറയുന്നത് ജോൺ ഡി റോക്ക്ഫെല്ലറുടെ ഓയിൽ കമ്പനിയാണ്. അത് മാത്രമല്ല ജോൺ ഡി റോക്ക്ഫെല്ലർക്ക് നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നാണ് ഹാങ്ക് ഒഴിവാക്കപ്പെട്ടത്. അപ്പോ വാസ് ഹാങ്ക്സ് എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി കൺസിഡർഡ് ആസ് അസറ്റ് ഫോർ എ ലൈബിലിറ്റി ആസ് ദി പ്ലാൻഡ് ദെയർ സ്ട്രാറ്റജി. അപ്പം ഈ ഹാങ്കിന്റെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോലിയുടെ ചരിത്രവും കൂടി അവിടെ പരിഗണിച്ചിട്ടുണ്ടാവുമോ
അവരുടെ അസറ്റ് ആൻഡ് ലൈബിലിറ്റി പ്ലാൻ ടു സ്ട്രാറ്റജി, അവരുടെ സ്വത്ത് വിവരങ്ങളും ബാധ്യതകളും ഒക്കെ ഈ പറയുന്ന റോക്ക്ഫെല്ലർ അത്താഴ വിരുന്നിൽ പരിഗണിച്ചിട്ടുണ്ടാവുമോ? ഡിഡ് ദേ ഡിസൈഡ് ദാറ്റ് ഹിസ് വർക്ക് ഹിസ്റ്ററി വുഡ് ബി മോസ്റ്റ് യൂസബിൾ ടു ദം ആസ് എക്സാമ്പിൾ? അവരൊരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് ഹിസ്റ്ററി പരിഗണിച്ചിട്ടുണ്ടാവോ? പൊട്ടൻഷ്യൽ ഫോർ ഹ്യൂമൻ റിക്കവറി, അതായത് മനുഷ്യരുടെ വിമോചനത്തിനുള്ള ഈ പ്രോഗ്രാമിനായിട്ട് അദ്ദേഹത്തിന്റെ ആ തൊഴിൽ പരമായിട്ടുള്ള ഉദാഹരണങ്ങൾ കൂടി പരിഗണിച്ചിട്ടുണ്ടാകുമോ? ഓർ വുഡ് ഇറ്റ് ബി ബെറ്റർ നോട്ട് ടു മെൻഷൻ ഹിസ് ഫോർമർ കണക്ഷൻ വിത്ത് ദ കമ്പനി അറ്റ് ഓൾ? ഇനി ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുമായിട്ടുള്ള ബന്ധം അവിടെ അറിയിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാകുമോ? അതായിരിക്കുമോ നന്നാവുക? ഓൾസോ ഇൻട്രിക്യൂട്ടിംഗ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ഹാങ്. ഇതെല്ലാം ഒരു കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഗസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കുന്ന ചോദ്യങ്ങളാണ്. ഹാങ്ക് എന്തായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാകുക എന്നുള്ളത്. എ ഡിസ്ഗ്രേസ്ഡ് ആൻഡ് ഡിസ്ഗ്രാൻഡ് ഫോർമർ എംപ്ലോയി. അപ്പോൾ കാരണം സ്റ്റാൻഡേർഡ് ഓയിലിലെ ഏറ്റവും നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് പിന്നീട് പുറത്തിറങ്ങി മറ്റൊരു കമ്പനി തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഫെൽറ്റ് അബൌട്ട് ബീയിങ് invited to sit down at the meeting held on John D. Rockefeller Jr.'s own boardroom. അതായത് തന്റെ പഴയ മുതലാളിയായ അല്ലെങ്കിൽ തൊഴിലുടമയായ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ എന്ന് പറയുന്ന അയാളുടെ ബോർഡ് റൂമില് അദ്ദേഹത്തിന്റെ അവിടെയുള്ള ആ റൂമിലെ ചെയറിൽ അദ്ദേഹത്തിന് ഇരുത്തിയിട്ടുണ്ടാകുമോ? ഡിഡ് ദാറ്റ് പ്ലീസ് ഹിം ഓർ ആങ്കർ ഹിം? അല്ലെങ്കിൽ ഹാങ്പിയെ കണ്ടപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ടുണ്ടാകുമോ? അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം തോന്നിയിട്ടുണ്ടാകുമോ? Or did he perhaps see this as his latest and best opportunity to get back into the big time? അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ സമയങ്ങളാണത്. അപ്പോ ഈ തരം അവസരങ്ങളിൽ ഇത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ കഴിയുക നല്ലത് തന്നെയാണ്. സാഡ്ലി, വളരെ ദുഃഖകരമായി, ദ റെക്കോർഡ് പ്രൊവൈഡ്സ് നോ ആൻസർ സോ എനി ഓഫ് ദിസ് ഫാസിനേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഈ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾക്ക് ഉത്തരങ്ങളായി ഒരു റെക്കോർഡുകളും ഇല്ല എന്നുള്ളതാണ് വിഷമകരമായ സംഭവം. അപ്പോൾ മീറ്റിംഗ് റെഡിയായി. ഹു വാസ് അറ്റ് ദി മീറ്റിംഗ്? അപ്പൊ മീറ്റിംഗിൽ ആരൊക്കെയുണ്ട്? ദ ഓൾ ഇമ്പോർട്ടന്റ് ഡിന്നർ മീറ്റിംഗ് വാസ് ഹെൽഡ് ഓൺ 30 റോക്ക്ഫെല്ലർ പ്ലാസ 6 PM ഓൺ മൺഡേ December 13, 1937. അപ്പോ ഞായറാഴ്ചയല്ല, ഞാൻ ഞായറാഴ്ച എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ തിങ്കളാഴ്ചയാണ്, December 13, 1937. 1937 December 13 തിങ്കളാഴ്ച രാത്രി 6 മണിക്ക് റോക്ക്ഫെല്ലർ പ്ലാസ 30 എന്നറിയപ്പെടുന്ന ബിൽഡിംഗിൽ വെച്ചിട്ടാണ് ഇവരുടെ ഡിന്നർ മീറ്റിംഗ് നടക്കുക. റെപ്രസെന്റിംഗ് ദ ന്യൂയോർക്ക് ആൻഡ് അക്രോൺ ആൽക്കഹോളിക്സ് വയർ ബിൽ വിൽസൺ. ആരാണ് അവിടെ റെപ്രസെന്റ് ചെയ്തതെന്ന് വെച്ചാൽ ന്യൂയോർക്കിലെയും ആക്രോണിലെയും ആൽക്കഹോളിക്സുകളാണ്. ആരൊക്കെയാണ്? ബിൽ വിൽസൺ ഉണ്ട്, ഡോക്ടർ ബോബ് സ്മിത്ത് ഉണ്ട്, ഹാങ്പി ഉണ്ട്, ഫിറ്റ്സ് മയോ എന്ന് പറയുന്ന ആളുണ്ട്, പോൾ സ്റ്റാൻലി ഉണ്ട്, അത് നമ്മുടെ ബോബിന്റെ കൂടെ വന്ന ആളാണ്, ബിൽ റോഡിലുണ്ട്, ജോ ടൈലർ ഉണ്ട്, നെറ്റ് പോയിന്റർ ഉണ്ട്. എ ഗ്രൂപ്പ് ഓഫ് മെൻ ഹു ഹാഡ് ബീൻ സോബർ എനിവെയർ ഫ്രം 3 full years. അപ്പോൾ എങ്ങനെ ഇരുന്നാലും കഴിഞ്ഞ ഏകദേശം 3 വർഷക്കാലം സ്വബോധാവസ്ഥയിൽ ഇരുന്നവരാണ് ഇവരെല്ലാം. ഇറ്റ് വാസ് 2 days ആഫ്റ്റർ ബിൽസ് 3rd anniversary to just a few weeks. അതായത് ബിൽ ഡബ്ല്യുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ 3ാമത്തെ ആനിവേഴ്സറിയാണ്, മദ്യം നിർത്തിയിട്ടുള്ള 3ാമത്തെ ആനിവേഴ്സറി. ഇൻ അഡീഷൻ, അതുകൂടാതെ ദ ഗ്രൂപ്പ് ഫെൽറ്റ് ആൻ എൻഡോഴ്സ്മെന്റ് ഫ്രം ദ മെഡിക്കൽ കമ്മ്യൂണിറ്റി വുഡ് ഗ്രേറ്റ്ലി ബോൾസ്റ്റർ ദർ ക്രെഡിബിലിറ്റി. അപ്പോൾ അതായത് വൈദ്യശാസ്ത്ര രംഗത്തുനിന്ന് ഒരാളുണ്ടാകുന്നത് വളരെ നല്ലതാണെന്ന് ഗ്രൂപ്പ് തീരുമാനിച്ചിരുന്നു. സോ ദേ ഇൻവൈറ്റഡ് 2 doctors ഫെമിലിയർ വിത്ത് ദെയർ വർക്ക് ടു ജോയിൻ ദം. അതുകൊണ്ട് 2 ഡോക്ടർമാരെ കൂടി അവർ വിളിച്ചിരുന്നു. ഒരാൾ ബിൽസ് ബ്രദർ ഇൻ ലോ ലിയോണോർഡ് സ്ട്രോങ്, ഒരാള് ബില്ലിന്റെ അളിയനായിട്ടുള്ള ലിയോണോർഡ് സ്ട്രോങ്ങും ആൻഡ് വില്യം ഡി സിൽക്വർത്ത്. അടുത്ത ആള് നമ്മുടെ വില്യം ഡി സിൽക്വർത്ത് ആണ്, ദ ചീഫ് ഓഫ് സ്റ്റാഫ് അറ്റ് ടൗൺ ഹോസ്പിറ്റൽ. അതായത് ടൗൺസ് ഹോസ്പിറ്റലിന്റെ ചീഫായിരുന്നു അദ്ദേഹം. അവിടുത്തെ ജോലി ചെയ്തിരുന്ന ആളാണ്, അവിടുത്തെ ചീഫ് ഫിസിഷ്യനാണ്. ഹൂ വാസ് ആൻ എൻതൂസിയാസ്റ്റിക് സപ്പോർട്ട് ഓഫ് ബിൽസ് ന്യൂ വേ ഓഫ് സ്റ്റേയിങ് സോബർ. ഇവർ രണ്ടുപേരും ബിൽ ഡബ്ല്യുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ
ഏറ്റവും വലിയ സപ്പോർട്ടറായിരുന്നു, പിന്തുണക്കാരായിരുന്നു, ബില്ലിന്റെ സുബോധാവസ്ഥയെ സഹായിച്ചിരുന്ന, അല്ലെങ്കിൽ സുബോധാവസ്ഥയിൽ നിലനിൽക്കാൻ സഹായിച്ച, വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ടൗൺസ് ഹോസ്പിറ്റൽ വാസ് ദ മോസ്റ്റ് ഫാഷണബിൾ ഡ്രൈയിങ് ഔട്ട് ഫെസിലിറ്റി ഇൻ ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയിരുന്നു ടൗൺസ് ഹോസ്പിറ്റൽ. ദ പ്ലേസ് വെയർ ദ സിറ്റീസ് വെൽ ടു ഡു ഡ്രങ്ക്സ് വെൻ ടു ഗെറ്റ് സോബർ. അതായത് സമൂഹത്തിലെ, അല്ലെങ്കിൽ ആ സിറ്റിയിലെ ഏറ്റവും വെൽ പ്രത്യേകിച്ച് വെൽ ടു ഡു ഡ്രങ്ക്സ് എന്ന് പറഞ്ഞാൽ അഭിനേതാക്കള്, മ്യൂസീഷ്യൻസ്, അങ്ങനെ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന, നല്ല രീതിയിൽ അറിയപ്പെട്ടിരുന്ന ആളുകളെല്ലാം തങ്ങളുടെ മദ്യാസക്തിയിൽ നിന്ന് മോചനത്തിനായി അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലാണ് ടൗൺസ് ഹോസ്പിറ്റൽ. ഇറ്റ് വാസ് ഡോക്ടർ സിൽക്വർത്ത് who famously told Lewis in the now summer of 1934 that Bill was a hopeless alcoholic. അപ്പോൾ 1934 ലൂയിസിനോട് ബില്ല് പ്രതീക്ഷാരഹിതനായ ഒരു ആൽക്കഹോളിക് ആണ്, and that in order to keep her alive and prevent his going mad would eventually have to put him away. പിന്നീട് ലൂയിസിനോട് 1934 സിൽക്വർത്ത് പറയുന്നത് ബില്ല് ഒരു പ്രതീക്ഷാരഹിതനായ മദ്യാസക്ത രോഗിയാണ്. അത് പിന്നീട് ആ ഒരു വാക്കുകളാണ് ഈ പറയുന്ന ഭ്രാന്താവസ്ഥയിലേക്ക് പോകാതെ ബില്ലിനെ മദ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഡ്യൂറിംഗ് ഹിസ് ഫൈനൽ അഡ്മിഷൻ ടു ടൗൺസ് ഇൻ ഡിസംബർ 1934. 1934 ഡിസംബറിലെ ടൗൺസ് ഹോസ്പിറ്റലിലെ അവസാനത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അത് സംഭവിച്ചത്. വേർ ബിൽ ഹാഡ് ഹിസ് വൈറ്റ് ലൈറ്റ്. അപ്പോൾ ഈ വെള്ളപ്രകാശം, അല്ലെങ്കിൽ നമുക്കറിയാം ബില്ലിന്റെ ആത്മീയ അനുഭവം ഉണ്ടാകുന്ന വൈറ്റ് ലൈറ്റ്നിങ് എന്നാണ് അതിന് പറയുന്നത്. വൈറ്റ് ലൈറ്റ് കിട്ടുന്ന ആ സമയത്ത് 1934 ഡിസംബറാണ്. എക്സ്പീരിയൻസ് ആൻഡ് ഫിയർഡ് ഫോർ ഹിസ് സാനിറ്റി, സിൽക്വർത്ത് വാസ് ദ ഡോക്ടർ ഹു കൺസൾഡ് ഹിം. അപ്പം മദ്യത്തിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ ഭയവും, അല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥയിലും അദ്ദേഹത്തെ സഹായിച്ച ഡോക്ടറാണ് സിൽക്വർത്ത്. വാട്ട് എവർ യു ഹാവ് ഗോട്ട് നൗ യു ഹാഡ് ബെറ്റർ ഹോൾഡ് ഓൺ ടു. അപ്പൊ നിങ്ങൾക്ക് മറ്റേ ആത്മീയ പ്രകാശം ഉണ്ടാകുമ്പോൾ ബില്ല് ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, ബില്ല് നിനക്ക് കിട്ടിയ ആ ആത്മീയ പ്രകാശം എന്താണെങ്കിലും എനിക്കറിയില്ല, പക്ഷെ അത് നീ മുറുകെ പിടിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് സോ മച്ച് ബെറ്റർ ദാൻ വാട്ട് യു ഹാഡ് ഓൺലി എ കപ്പിൾ ഓഫ് ഹവേഴ്സ് അഗോ. അപ്പം നീ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് കണ്ട ആ വൈറ്റ് ലൈറ്റിംഗ് നീ മുറുകെ പിടിച്ചോളൂ. ഫൈനലി it was this doctor's good judgment and his stern advice that convinced Bill Wilson to abandon his approach of trying to sell his profound religious spirit to other drunks. അതായത് മറ്റു മദ്യാസക്തരെ തന്റെ സുവിശേഷ പ്രചരണത്തിലൂടെ മാറ്റാമെന്നുള്ള ബില്ലിന്റെ വലിയ ആശയത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് രോഗാവസ്ഥ, അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗാവസ്ഥയെ കുറിച്ച് അവരോട് സംസാരിക്കാനായിട്ട് ബില്ലിനെ ഒരുക്കിയെടുത്ത ഡോക്ടർ കൂടിയാണ് സിൽക്വർത്ത്. സ്റ്റോപ്പ് പ്രീച്ചിങ് അറ്റ് ദം, അതായത് സുവിശേഷ പ്രചരണം അവസാനിപ്പിക്കൂ. സിൽക്വർത്ത് ടോൾഡ് ഹിം, സിൽക്വർത്ത് അയാളോട് പറഞ്ഞു, ബില്ലിനോട് പറഞ്ഞു. ആൻഡ് ഗീവ് ദം ദ ഹാർഡ് മെഡിക്കൽ ഫാക്ട്സ് ഫസ്റ്റ്, അതായത് അതികഠിനമായ വൈദ്യശാസ്ത്ര തെളിവുകൾ അവരുടെ മുന്നിൽ നിരത്തൂ. ദിസ് may soften them up the depth so they will be willing to do anything to get well. ഈ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ആശയങ്ങൾ അവർക്ക് കൊടുക്കൂ. അപ്പോൾ അത് അവരെ ഒരുക്കിയെടുക്കും, ശരീരത്തെ ഒരുക്കിയെടുക്കും. ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് സുഖപ്പെടണമെന്ന ഒരു ആശയത്തിലേക്ക് അവർ വരികയും നമ്മൾ പറയുന്ന then they may accept those, ചിലപ്പോൾ അവർ സ്വീകരിച്ചേക്കാം, റിലീജിയസ്, ചിലപ്പോൾ മതപരമായിരിക്കാം ആശയങ്ങൾ, റിലീജിയസ് ഐഡിയാസ്, മതപരമായ ആശയങ്ങൾ ഓഫ് യുവേഴ്സ്, നിങ്ങളുടെ മതപരമായ ആശയങ്ങൾ ഒരുപക്ഷെ സ്വീകരിച്ചേക്കാം. ആൻഡ് ഈവൻ എ ഗോഡ്, ചിലപ്പോൾ ഒരു ദൈവത്തെ പോലും അവർ സ്വീകരിച്ചേക്കാം. ഇറ്റ് വാസ് എക്സാക്ട്ലി ദിസ് suggested approach that worked when Bill first talked with Dr. Bob on May 1935. 1935 മെയ് മാസം ബില്ല് ഡോക്ടർ ബോബിനോട് സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിയത്. thereby setting in motion the chain of events that had led them to the meeting with the Rockefellers. ഇതാ ആ ചരിത്രപരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ചെയിൻ ഓഫ് ഈവൻസ്, ഇത്തരം ചങ്ങല പോലെയുള്ള സംഭവങ്ങൾക്ക് ശേഷം അവസാനം ഇതാ അവര് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ മീറ്റിങ്ങിനായി എത്തിയിരിക്കുന്നു. ഫോർ ഹിസ് ഓൺ ഗ്രൂപ്പ്.
Willard Richardson had invited 3 men to join him who were well known to John D. Rockefeller Jr., Albert Scott, L. Roy Chipman and Frank Thomas. അപ്പം വില്ലാർഡ് റിച്ചാർഡ്സിനെ കൂടാതെ അവിടെ മറ്റു 3 പേര് കൂടി അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനെ തന്നെ ആൽബർട്ട് സ്കോട്ട് എന്ന് പറയുന്ന ആളെയും ലിറോയ് ചിപ്മാൻ എന്ന് പറയുന്ന ആളെയും ഫ്രാങ്ക് തോമസിനെയും അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ റിച്ചാർഡ്സൺസ് ഒപ്പീനിയൻ ആൽബർട്ട് സ്കോട്ട് വാസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് ദിസ് സെലക്ട് ഗ്രൂപ്പ്. അപ്പോൾ റിച്ചാർഡ്സൺ പറയുന്നത് ആൽബർട്ട് സ്കോട്ടാണ് ഏറ്റവും മിടുക്കനായ നല്ല അവരുടെ കമ്പനിയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല ആൾ. കാരണം he made clear by postponing the dinner meeting so that Scott could attend. പലപ്പോഴും ഈ സ്കോട്ടിന് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിന്നർ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെച്ചത്. when the group finally did gather, ആൽബർട്ട് സ്കോട്ട് വാസ് ദ സ്പീക്കർ. അപ്പോൾ ആൽബർട്ട് സ്കോട്ട് വാസ് ദ when the group finally did gather, Albert Scott was the acknowledged leader for the evening. അപ്പോൾ ആൽബർട്ട് സ്കോട്ട് ആയിരുന്നു ആ പറയുന്ന ഗ്രൂപ്പിന്റെ അന്നത്തെ ഡിന്നറിന്റെ ലീഡർ. സ്റ്റാർട്ടിങ് ദ പ്രസന്റേഷൻസ്, മോഡറേറ്റിംഗ് ദ സ്പീക്കേഴ്സ്. അപ്പം പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു, സ്പീക്കർമാരുടെ മോഡറേറ്റ് ചെയ്തു, ആൻഡ് ഓഫറിംഗ് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻസീവിംഗ് റിയാക്ഷൻസ് ഓഫ് ടു വാട്ട് ദേ ഹാഡ് ഹിയർഡ്. അപ്പം സ്കോട്ടിൽ നിന്നാണ് ആദ്യത്തെ ശബ്ദമുണ്ടായത്, അവർക്ക് ആദ്യത്തെ ശബ്ദം കിട്ടിയത്. ആൽബർട്ട് സ്കോട്ട് വാസ് പ്രസിഡന്റ് ഓഫ് ആൻ ഇന്റർനാഷണൽ എഞ്ചിനീയറിംഗ് ഫെയിം ലോക്ക്വുഡ് ഗ്രീൻ. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫെയിമായ ലോക്ക്വുഡ് ഗ്രീനിന്റെ പ്രസിഡന്റ് ആണ് ആൽബർട്ട് സ്കോട്ട്, വിച്ച് ഹെൽപ്ഡ് ബിൽഡ് വൺ ഓഫ് ദ സ്കൈ സ്ക്രാപ്പേഴ്സ് അറ്റ് റോക്ക്ഫെല്ലർ സെന്റർ സ്റ്റാർട്ടിംഗ് ഇൻ 1938. 1938 റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ സ്ഥാപിച്ച റോക്ക്ഫെല്ലർ സെന്ററിന് വേണ്ടിയിട്ട് സ്കൈ സ്ക്രാപ്പേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയായിരുന്നു അത്. ഹി വാസ് ഹൗവർ വെൽ നോൺ ടു റോക്ക്ഫെല്ലർ. അതുകൊണ്ട് തന്നെ റോക്ക്ഫെല്ലർ അയാളെ നല്ല പരിചയമുണ്ടായിരുന്നു. ഫ്രം എ നമ്പർ ഓഫ് അതർ ഏരിയാസ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ. അപ്പം ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയറിന്റെ ജീവിതത്തിലെ മറ്റ് പല ഭാഗങ്ങൾ കൂടി അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഹാഡ് ആൻ അബ്സല്യൂട്ട് ട്രസ്റ്റ് ഇൻ സ്കോട്ട്സ് ഇന്റഗ്രിറ്റി ആൻഡ് കോമ്പിറ്റൻസ്. അപ്പോൾ സ്കോട്ടിന്റെ ഈ പറയുന്ന നൈപുണ്യതയ്ക്കും അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിക്കും ഒക്കെ വിലമതിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ജോൺ ഡി റോക്ക്ഫെല്ലർ. In 1934, when Rockefeller was searching for someone to oversee the expense of his massive 14-building project at Rockefeller Center, he asked Albert Scott to do the final review. അതായത് 1934 റോക്ക്ഫെല്ലറിന്റെ വളരെയധികം എക്സ്പെൻസ് വരുന്ന വലിയ എക്സ്പെൻസ് വരുന്ന 14 നില ബിൽഡിംഗ് പ്രൊജക്ടുകളുടെ കാര്യങ്ങൾ നോക്കാനായി അല്ലെങ്കിൽ ഒരു അവസാന റിവ്യൂവിനായി, നിരൂപണത്തിനായി അദ്ദേഹം വിളിച്ചത് തന്നെ ആൽബർട്ട് സ്കോട്ടിനെയാണ്. ഓൺ ഓൾ ദ കംപ്ലൈഡ് പ്രൊജക്ട് റിപ്പോർട്ട് ബിഫോർ ദേ വെയർ പ്രസന്റഡ് ടു ഹിം. അപ്പം അത് അദ്ദേഹം നന്നായി പരിശോധിച്ച് റോക്ക്ഫെല്ലറിന് കൊടുത്തു. ഇൻ അഡീഷൻ, ഇത് കൂടാതെ സ്കോട്ട് സാറ്റ് ഓൺ ദ ബോർഡ് ഓഫ് ഡയറക്ടർ ഓഫ് റോക്ക്ഫെല്ലർ സെന്റർ കോർപ്പറേഷൻ ആൻഡ് സെർവ്ഡ് ഇൻ പ്രസിഡന്റ് ത്രൂ 1937. അതുകൂടാതെ തന്നെയാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആയിട്ട് 1937 മുതൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. The depth of Rockefeller regard for him can be seen in a candid letter sent to a business associate in 1933, commending Scott to him as a warm person, friend of mine, whom I know intimately, for whom I have the highest regard both of his ability and his wisdom. അപ്പൊ ഒരു ലെറ്ററിൽ റോക്ക്ഫെല്ലർ ഇങ്ങനെ എഴുതുന്നുണ്ട്, തന്റെ ബിസിനസ് പാർട്ട്ണർമാർക്ക് എഴുതിയ 1933 എഴുതിയ ഒരു കത്തില് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് സ്കോട്ട്, അദ്ദേഹത്തിന് എനിക്ക് വളരെ അടുത്തറിയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചും വിജ്ഞാനത്തെ കുറിച്ചും ഒക്കെ കത്തില് വിവരിക്കുന്നുണ്ട്. ബിയോണ്ട് ഹിസ് എബിലിറ്റി ആൻഡ് വിസ്ഡം, ആൽബർട്ട് സ്കോട്ട് ഓൾസോ ഇംപ്രസ്ഡ് റോക്ക്ഫെല്ലർ വിത്ത് ഹിസ് സ്പിരിച്വൽ ലൈഫ്. അപ്പോ ഒരു ആത്മീയ ജീവിതം നയിച്ചിരുന്ന ആളാണ് ആൽബർട്ട് സ്കോട്ട്. അതും റോക്ക്ഫെല്ലറുടെ ഈ കഴിവിനെ ആൽബർട്ട് സ്കോട്ടിന്റെ കഴിവിന്റെയും ജ്ഞാനത്തിനും ഉപരിയായി
ഒരു ആത്മീയ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ റോക്ക്ഫെല്ലർ ജൂനിയറെ ഒരുപാട് ഇംപ്രസ് ചെയ്ത ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. Rockefeller once described him as a man who devoted much time and thought to the intensive study of social and religious movements. അപ്പോൾ സാമൂഹികവും മതപരവുമായിട്ടുള്ള ചില ചലനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മൂവ്മെന്റ്സിനെ കുറിച്ച് അന്നേ കാലത്ത് ഉണ്ടായിരുന്ന ചില മൂവ്മെന്റ്സിനെ കുറിച്ചെല്ലാം പഠിച്ചിരുന്ന ഒരാൾ കൂടിയാണ് ഈ പറയുന്ന സ്കോട്ട്. In 1930, 1930, Rockefeller asked Scott to become the acting head of the layman's foreign mission inquiry. അപ്പോൾ റോക്ക്ഫെല്ലർ ഭാര്യയായ ലേമൻസിന്റെ പേരിലുള്ള ലേമൻസ് ഫോറിൻ മിഷൻ എൻക്വയറി എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഹെഡായിട്ടിരിക്കാനായിട്ട് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വിച്ച് ലേബേർഡ് ഫോർ 2 years. അത് 2 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം തൊഴിൽ ചെയ്തു. ബിഫോർ റിലീസിംഗ് ഇറ്റ്സ് സജഷൻ ഫോർ സ്വീപ്പിംഗ് ചേഞ്ചസ് ഫോർ ദ സ്കോപ്പ് ഓഫ് ക്രിസ്ത്യൻ മിഷണറി വർക്ക് ഇൻ ദ ഫാർ ഈസ്റ്റ്. അതായത് കൂടുതൽ കിഴക്ക് ഭാഗത്തേക്ക് കൂടി ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സജസ്റ്റ് ചെയ്യപ്പോൾ ആ ചേഞ്ചസിൽ ഉൾപ്പെടാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി. ലോക്കലി സ്കോട്ട് വാസ് ഓൺ ദ ബോർഡ് ഓഫ് ട്രസ്റ്റി ഓഫ് ദ വെൽത്തി ആൻഡ് പ്രസ്റ്റീജിയസ് റിവർസൈഡ് ചർച്ച് ഇൻ ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ റിവർസൈഡ് ചർച്ചിലെ ബോർഡ് ഓഫ് ട്രസ്റ്റി ആയിരുന്നു ഇദ്ദേഹം. അതൊരു വെൽത്തി ആൻഡ് പ്രസ്റ്റീജിയസ് എന്നാണ് പറയുക. അപ്പൊ വളരെ ധനപരമായിട്ടും അഭിമാനകരമായിട്ടുള്ള ഒരു ചർച്ച് കൂടിയായിരുന്നു അത്. അതിന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ആയിരുന്നു ഇദ്ദേഹം. serving as chairman of the board from 1932 until his retirement 1945. അപ്പൊ അവിടെ 1932 മുതൽ 1945 വരെ താൻ വിരമിക്കുന്നത് വരെ ട്രസ്റ്റി ആയിട്ട് തുടർന്നു. ദ ക്രിയേഷൻ ഓഫ് റിവർസൈഡ് ചർച്ച് ഹാഡ് ബീൻ എ പേഴ്സണൽ പ്രൊജക്ട് ഓഫ് ജോൺ ടി റോക്ക്ഫെല്ലർ ജൂനിയർ. അപ്പോൾ ഈ റിവർസൈഡ് ചർച്ചിന്റെ രൂപീകരണം വ്യക്തിപരമായിട്ടുള്ള ജോൺ ടി റോക്ക്ഫെല്ലറുടെ ഒരു പ്രൊജക്ട് കൂടിയായിരുന്നു. ആൻഡ് ദ institution was largely built with the substantial contributions he had been made in support of its denominations missions. അപ്പോൾ അതിന്റെ ദൗത്യങ്ങൾക്കെല്ലാം തന്റെ വെൽത്ത് സമ്പാദ്യം കൂടി ജോൺ ടി റോക്ക്ഫെല്ലർ ഉപയോഗിച്ചിരുന്നു. വളരെ ലാർജ്ലി ബിൽറ്റ് വിത്ത് ദ സബ്സ്റ്റൻഷ്യൽ കോൺട്രിബ്യൂഷൻ. അപ്പം ധാരാളം സംഭാവനകൾ ഇദ്ദേഹം നൽകിയിരുന്നു. ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ റിലേഷൻ ടു ദിസ് പർട്ടിക്കുലർ മീറ്റിംഗ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഡിന്നറിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ അത്താഴ വിരുന്നിൽ പിന്നെ പറയേണ്ട കാര്യം, സ്കോട്ട് വാസ് വൺ ഓഫ് ദ റോക്ക്ഫെല്ലേഴ്സ് ക്ലോസസ്റ്റ് അഡ്വൈസേഴ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് ആൽക്കഹോൾ. അപ്പോൾ മദ്യത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നല്ല ഒരു ഉപദേശകൻ കൂടിയായിരുന്നു സ്കോട്ട്. ഇൻ early 1933, 1933, when the repeal of prohibition was all but a certainty, he asked Scott to join another of his trusted advisors. അപ്പോൾ 1933 കാലഘട്ടത്തിൽ, അതായത് നമുക്കൊരു മദ്യനിരോധനം എന്ന് പറയുന്ന അമേരിക്കയിലുണ്ടായ മദ്യനിരോധന കാലത്ത് സ്കോട്ടിനോട് തന്റെ അഡ്വൈസറി ബോർഡിൽ അല്ലെങ്കിൽ ട്രസ്റ്റി ബോർഡിൽ അഡ്വൈസറായി ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. റൈമണ്ട് ഫോസ്റ്റിക് who would soon became the head of the Rockefeller Foundation. അതിനുശേഷമാണ് റൈമണ്ട് ഫോസ്റ്റിക് എന്ന് പറയുന്ന ആള് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഹെഡായിട്ട് വരുന്നത്. ഇൻ ദ ക്രിയേഷൻ ഓഫ് എ റിപ്പോർട്ട് ഔട്ട്ലൈനിങ് ആൻഡ് എവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ് വേസ് ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് കുഡ് ലെജിസ്ലേറ്റ് ആൻഡ് കൺട്രോൾ ആൽക്കഹോൾ. അപ്പം ഇവരാണ് ഒരു വ്യക്തിക്ക് എങ്ങനെ മദ്യത്തിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആശയങ്ങളും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വഴിയിലൂടെ ഇദ്ദേഹത്തെ അറിയിച്ചത്. ഗിവൺ ദ ഒബ്വിയസ് ആൻഡ് മെസറബിൾ ഫെയിലിയർ ഓഫ് ദ നാഷണൽ സൊല്യൂഷൻ. അതായത് ഈ മദ്യനിരോധനം ഒരു ദേശീയ പരിഹാരമായി കണ്ടെങ്കിലും പിന്നീട് തകർക്കപ്പെടുകയുണ്ടായി. കാരണം മദ്യനിരോധനം എന്ന് പറയുന്ന ഒരു ആശയം മദ്യാസക്തരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായകമല്ല എന്ന് പിന്നീട് കണ്ടെത്തുകയും അങ്ങനെ അത് മദ്യനിരോധനം അമേരിക്ക എടുത്തു മാറ്റുകയാണ് ചെയ്തത്. എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഓഫ് ദ ലിക്വർ സ്റ്റഡി കമ്മീഷൻ
findings was published in late 1933 by Forsyth and Scott in a book entitled Toward Liquor Control. അപ്പോൾ ടുവാർഡ് ലിക്വർ കൺട്രോൾ, അതായത് മദ്യത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഇവരെഴുതിയ ഒരു വലിയ പുസ്തകമാണത്. അത് പ്രസിദ്ധീകരിച്ചത് 1933 അത് എഴുതിയത് ഫോർസ്ഡിക്കും സ്കോട്ടും കൂടിയാണ്. വിത്ത് എ ഫോർവേഡ് റിട്ടൺ ബൈ ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ. അപ്പൊ അതിന്റെ ആമുഖം എഴുതിയത് ജോൺ ഡി റോക്ക്ഫെല്ലർ ജൂനിയർ ആണ്. അപ്പോൾ ഇവർക്കെല്ലാം മദ്യത്തെ കുറിച്ചുള്ള ഒരു കൺസേൺ കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ ഈ ചരിത്രഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകാൻ. സോ നോട്ട് ഓൺലി വാസ് ആൽബർട്ട് സ്കോട്ട് വൺ ഓഫ് റോക്ക്ഫെല്ലേഴ്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ബിസിനസ് അസോസിയേറ്റ്. അപ്പോൾ ആൽബർട്ട് സ്കോട്ട് എന്ന് പറയുന്ന ആള് റോക്ക്ഫെല്ലറുടെ ഏറ്റവും വിശ്വസ്തനായ ബിസിനസ് പാർട്ണർ മാത്രമല്ല, അല്ലെങ്കിൽ ബിസിനസ് അസോസിയേറ്റ് മാത്രമല്ല, ആൻഡ് ഇന്റിമേറ്റ് ഫ്രണ്ട് ആൻഡ് ആൻ ഇമ്പോർട്ടന്റ് മെമ്പർ ഓഫ് ഹിസ് റിലീജിയസ് കമ്മ്യൂണിറ്റി. അപ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ ആ റിലീജിയസ് മതപരമായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു. ഹി വാസ് ഓൾസോ ദ വൺ മെമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ് അപ്പോൾ വിത്ത് ദ മോസ്റ്റ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഡീലിംഗ് വിത്ത് ദ ലിക്വർ പ്രോബ്ലം ആൻഡ് ഹെൻസ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ അത്താഴ വിരുന്ന് സ്കോട്ടിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത്, സ്കോട്ട് വരാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. കാരണം അദ്ദേഹത്തിന് മദ്യത്തെക്കുറിച്ചുള്ള ഒരു വലിയ ജ്ഞാനമുണ്ടായിരുന്നു. റിച്ചാർഡ്സൺ evaluation of his central importance at this meeting and the reason for the delay in scheduling their dinner. അതുകൊണ്ട് തന്നെയാണ് റിച്ചാർഡ്സന് ഈ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഈ പ്രധാനമായിട്ടും ഈ സെൻട്രൽ ഇമ്പോർട്ടൻസ് ഈ പറയുന്ന അത്താഴ വിരുന്നിനായി അദ്ദേഹത്തിന് സ്കോട്ടിനെ കുറിച്ച് പ്രാധാന്യം കൊടുക്കണം, അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടെന്ന് റിച്ചാർഡ്സൺ അറിയാവുന്നതുകൊണ്ടാണ് പലപ്പോഴായി അത്താഴ വിരുന്ന് മാറ്റിവെച്ചത്. ലിറോയ് ചിപ്മാൻ, ലൈക്ക് വില്ലാർഡ് റിച്ചാർഡ്സൺ, വാസ് എ മെമ്പർ ഓഫ് റോക്ക്ഫെല്ലർ പേഴ്സണൽ സ്റ്റാഫ്. അപ്പം റോക്ക്ഫെല്ലറിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിട്ടുള്ള മറ്റൊരംഗമാണ് ലിറോയ് ചിപ്മാൻ. ആൻഡ് ഹാഡ് ഹിസ് ഓൺ ഓഫീസ് ഓൺ ദ 56th ഫ്ലോർ ഓഫ് റോക്ക്ഫെല്ലർ സെന്റർ. അദ്ദേഹത്തിന് ലിറോയ് ചിപ്മാന് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു ഓഫീസുണ്ട്. വേർ ഹി ഹെൽപ്ഡ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ ഹ്യൂജ് റിയൽ എസ്റ്റേറ്റ് എംപയർ ഓൺഡ് ബൈ ദ റോക്ക്ഫെല്ലർ ഫാമിലി. അതുകൂടാതെ റോക്ക്ഫെല്ലർ ഫാമിലി വഹിച്ചിരുന്ന ഒരു വലിയ ഭൂമി ഉണ്ട്, കെട്ടിടങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം മാനേജ്മെന്റ് ചെയ്തിരുന്നത് ഇദ്ദേഹമാണ്. ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ജോൺ ഡി ജൂനിയർ ഡേറ്റഡ് ബാക്ക് ടു ദ ടേൺ ഓഫ് ദ സെഞ്ചുറി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ റോക്ക്ഫെല്ലർ ജൂനിയറുമായിട്ടുള്ള ബന്ധം ഒരു നൂറ്റാണ്ടിന് പുറകിലേക്ക് നോക്കേണ്ടി വരും. ദേ ബിക്കേം ക്ലോസ് ഫ്രണ്ട്സ് ഡ്യൂറിങ് ദ ലേറ്റ് 1910s ആൻഡ് ഏർലി 1920s. അപ്പൊ 1910 മുതൽ 1920 വരെ അവര് തമ്മിൽ കൂട്ടുകാരാണ്. ആനുവൽ മൂസ് ഹണ്ടിങ് ടിപ്സ് ടുഗദർ ഇൻ കാനഡ. അപ്പോൾ കാനഡയില് ഇവർ രണ്ടുപേരും കൂടി മൂസ് ഹണ്ടിങ്ങിനായി പോകുമായിരുന്നു. വർഷത്തിലൊരിക്കൽ പോകുമായിരുന്നു. ദ ഡെപ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് ദെയർ റിലേഷൻഷിപ്പ്, ഇതാണ് അവരുടെ പരസ്പരമുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത്. ഇൻ പേഴ്സണൽ കറസ്പോണ്ടൻസ് ദേ കൺസിസ്റ്റന്റ്ലി അഡ്രസ് ഈച്ച് അതർ ആസ് ഡിയർ ചിപ്പ് ആൻഡ് ഡിയർ ജൂനിയർ. അപ്പോൾ അവർ പരസ്പരം വിളിച്ചിരുന്നത് ഡിയർ ചിപ്പ്, ഡിയർ ജൂനിയർ എന്നുള്ള രീതിയിലാണ്. Is demonstrated by the fact that the friendship survived and flourished even after Rockefeller loaned Chipman the huge sum of $125,000. അപ്പോൾ ചിപ്മാന് റോക്ക്ഫെല്ലർ $125,000 കടം കൊടുക്കുന്നുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് അത്രമാത്രം ഫ്രണ്ട്ഷിപ്പ് കുറിച്ചാണ്. ഫോർ ഹിസ് ഫാമിലി ബിസിനസ്, അദ്ദേഹത്തിന്റെ ഫാമിലി ബിസിനസ് 1921 അങ്ങനെ കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഹാഡ് ടു റൈറ്റ് ഓഫ് $108,000. അപ്പോൾ $108,000 $125,000 കൊടുത്തതിന് ശേഷം പിന്നീട് $108,000 അദ്ദേഹം റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നുണ്ട്, എഴുതി തള്ളുന്നുണ്ട്. ദാറ്റ് ലോൺ വാസ് എ ബാഡ് ഡെപ്റ്റ് ഇൻ 1924. കാരണം 1924 ആയപ്പോഴത്തേക്കും ആ ഫാമിലി ബിസിനസ് നടന്ന് അത് ബാഡ് ഡെപ്റ്റ് ആയി പോയി. അങ്ങനെ അത് എഴുതി തള്ളുന്നു. ഇറ്റ് ഈസ് അമേസിംഗ് ടു തിങ്ക് ദാറ്റ് റോക്ക്ഫെല്ലർ അലൗഡ് ദിസ് ഡിഫോൾട്ട് ടു പാസ് വിത്തൗട്ട് അക്രമണി ഓർ ഓൺഗോയിങ് റിസെന്റ്മെന്റ്സ്. നമ്മളെ ഇത് അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഇത്തരം പണം റിസീവ് ചെയ്തതിന് ശേഷം $125,000 റിസീവ് ചെയ്തതിന് ശേഷം കിട്ടാക്കടമായി $108,000 എഴുതി തള്ളേണ്ട ഒരു അവസ്ഥയിൽ ഒരു നീരസം പോലും വന്നില്ല എന്നുള്ളത് ബട്ട് വെരി മച്ച് ടു ഹിസ് ക്രെഡിറ്റ് ആൻഡ് ഹാസ് എ സ്ട്രൈക്കിംഗ് ടെസ്റ്റിമോണി ഓഫ് ഇൻ ഹിസ് ഡീപ് ഫീലിംഗ് ഓഫ് ഫോർ ചിപ്മാൻ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹി ഡിഡ്. അപ്പോ ഇവിടെ വ്യക്തമാക്കുന്നത് എന്താണ്?
റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ റോക്ക്ഫെല്ലർ ജൂനിയർക്ക് ചിപ്മാനുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാണ് ഇവിടെ നമ്മൾ വ്യക്തമാക്കുന്നത്. Just as it was for Scott and Richardson, another critical element in their bond was Chipman's commitment to Rockefeller's religious community. അപ്പോൾ റോക്ക്ഫെല്ലർ റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ചിപ്മാൻ ഉണ്ടായിരുന്ന വലിയ ആഴത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് ഈ ക്രിട്ടിക്കൽ എലമെന്റിൽ ഇത്തരം സങ്കീർണമായ സമയത്ത് പോലും അവർ തമ്മിൽ നല്ല ഒരു ബന്ധത്തിൽ പോകാനായിട്ട് സാധിച്ചത്. ചിപ്പ് ഹാഡ് എ ലോങ് ഹിസ്റ്ററി ഓഫ് ടീച്ചിങ് ബൈബിൾ ക്ലാസ്സസ് അറ്റ് ദ 5th Avenue ബാപ്റ്റിസ്റ്റ് ചർച്ച് ഡ്യൂറിങ് ദ ഫസ്റ്റ് 2 decades ഓഫ് ദ സെഞ്ചുറി. അപ്പം ആദ്യത്തെ 2 ഡെക്കേഡ്സിലും ഈ പറയുന്ന ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ വെച്ചിട്ട് ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു ചിപ്മാൻ. വേർ റോക്ക്ഫെല്ലർ ഓൾസോ തോട്ട് ക്ലാസ്, അവിടെയാണ് റോക്ക്ഫെല്ലറും ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അഗെയിൻ ലൈക്ക് സ്കോട്ട്, അതുപോലെ തന്നെ സ്കോട്ടിനെ പോലെ തന്നെ ഹി ലേറ്റർ സർവ്ഡ് ഓൺ ദ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് റിവർ സൈഡ് ചർച്ച്. അപ്പം റോക്ക്ഫെല്ലർ പിന്നീട് റിവർ സൈഡ് ചർച്ചിന്റെ ട്രസ്റ്റിയായി സ്കോട്ടിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. In a telling assessment regarding his default on the loan, one of Rockefeller's financial friends noted, ഈ പറയുന്ന സ്കോട്ടിന്റെ ഇത്രയും വലിയൊരു കടം റോക്ക്ഫെല്ലർ എഴുതി തള്ളിയതിനെ കുറിച്ച് പിന്നീട് മറ്റൊരു കൂട്ടുകാരൻ പറയുന്നത്, ഇഫ് ചിപ്മാൻ ഹാഡ് ഗിവൺ ആസ് മച്ച് തോട്ട് ടു ഹിസ് ഓൺ ബിസിനസ് ആസ് ഹി ഹാഡ് ടു ദ അഫെയർ ഓഫ് ദ ചർച്ച്, ദ ഔട്ട്കം മൈറ്റ് ഹാവ് ബീൻ മോർ ഫേവറബിൾ. അപ്പോ clearly Rockefeller's valued his good friend's spiritual commitment much more than he had his business acumen. അപ്പോൾ റോക്ക്ഫെല്ലർ അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ഈ പറയുന്ന കമ്മിറ്റ്മെന്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും സംഭവിച്ചതിനെ കുറിച്ച് അദ്ദേഹം പ്രാധാന്യം കൊടുത്തില്ല. കാരണം ഈ അവിടുത്തെ അതായത് ചർച്ചുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ വളരെയധികം ആഴത്തിലായിരുന്നു സ്കോട്ട് ഉണ്ടായിരുന്നത്. Finally, it is worth noting that this friendship continued right up until their death. അപ്പം മരണം വരെ ആ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. In 1950, 1950 when Chipman was applying for admittance to the local retirement home, അപ്പോൾ അതായത് അവിടുത്തെ പ്രാദേശിക റിട്ടയർമെന്റ് ഹോമിൽ അദ്ദേഹം ചെല്ലുന്നത് വരെ, അതായത് ചിപ്മാൻ അഡ്മിറ്റ് 1950, റോക്ക്ഫെല്ലർ provided a reference saying that he had known him for over 50 years and that their relation was one lifelong friendship. അതുകൊണ്ട് റോക്ക്ഫെല്ലർ അവർക്കൊരു റെഫറൻസ് കൊടുക്കുന്നുണ്ട് റിട്ടയർമെന്റ് ഹോമിന്. എനിക്ക് അയാളെ 50 വർഷമായിട്ട് അറിയാം, അദ്ദേഹം എൻ്റെ ജീവിതാന്തം വരെയുള്ള സുഹൃത്താണ്. This was further supported by the fact that Rockefeller made arrangements to look after Chipman even after his own death. അപ്പോൾ അങ്ങനെയാണ് മരണത്തിലേക്ക് അടുക്കുന്ന ചിപ്മാനെ പോലും അദ്ദേഹം റോക്ക്ഫെല്ലർ നോക്കിയത്. പ്രൊവൈഡിങ് ഡ്രാമാറ്റിക് എവിഡൻസ് ഓഫ് ദെയർ സ്ട്രോങ് സ്പിരിച്വൽ കണക്ഷൻ ആൻഡ് എ ഡീപ് ഫ്രണ്ട്ഷിപ്പ്. ഇത് രണ്ടും ഉദാഹരിക്കുന്നത് ഇവർക്ക് റോക്ക്ഫെല്ലറിന് ചിപ്മാനുമായിട്ടുണ്ടായ അഗാധമായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷൻ, ആത്മീയ ബന്ധവും ഡീപ് ഫ്രണ്ട്ഷിപ്പ്, ആഴത്തിലുള്ള സൗഹൃദവുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. ഉണ്ണി. താങ്ക് യു ഷിബേട്ട. അപ്പൊ നമ്മള് ചരിത്രത്തിലൂടെ വളരെ കൃത്യമായിട്ട് ഈ റോക്ക്ഫെല്ലറുടെ ഒക്കെ ആ ഡിന്നർ നടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ തുടർ ഫലങ്ങൾ നടക്കുന്ന ഭാഗത്തുകൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്തായാലും പ്രിയമുള്ളവർ, ഞാൻ ഉദ്യോഗസ്ഥനാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഫെലോഷിപ്പിന്റെ സംബന്ധിച്ചുള്ള എന്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. ഹായ് ഉണ്ണി. എന്തായാലും നമ്മള് ഹായ് അന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ എഴുതപ്പെടാതിരുന്ന കാലഘട്ടം, എയുടെ ബുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മള് ആ ലിബർട്ടി മാഗസീനിൽ വന്ന ലേഖനം, മദ്യാസക്തനും ദൈവവും എന്ന് പറയുന്ന ലേഖനം, അപ്പോ അതിനെ തുടർന്ന് റോക്ക്ഫെല്ലറുടെ ഡിന്നർ, എല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളർച്ചയിൽ എന്താ പറയാ, ഒന്നൊന്നില്ലാത്ത സ്വാധീനങ്ങൾ ചെലുത്തി എന്നുള്ളതാണ്. എന്തിനും നമുക്ക് കുറച്ചു കാണാനോ ഏതെങ്കിലും ഒന്നെടുത്തുകൊണ്ട് ഏതെങ്കിലും പറയാനോ ഒന്നും സാധ്യമല്ല. അതാണ് ചരിത്രത്തിന്റെ പ്രത്യേകത. നമ്മൾ പറയാറുണ്ട്, ചരിത്രത്തില് ഇന്നത് നടന്നില്ലായിരുന്നെങ്കിൽ എന്ന വാക്യത്തിന് ബില്ല് തന്നെ പറയാറുണ്ട്. അതിനൊരു പ്രാധാന്യമില്ല.
വേണ്ടത്ര സമയം മുന്നിലുള്ളപ്പോൾ കുടി നിർത്താമായിരുന്നു എന്ന് കരുതുന്ന ദുര്യോഗത്തെക്കുറിച്ച് എത്രയോ തവണ ബില്ല് എഴുതിയിട്ടുണ്ട്. അതേപോലെയാണ് ചരിത്രം. നമ്മളെപ്പോഴും പറയാറുണ്ട് ചരിത്രം നടന്നു പോയതാണ്, പക്ഷെ ചരിത്രം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതും നമ്മൾ പഠിക്കേണ്ടതുമാണെന്ന് ഓർമ്മപ്പെടുത്താറുണ്ട്. നമുക്ക് അടുത്ത ആ ഒരു പേജിലേക്ക് പോകാം. ജാക്ക് അലക്സാണ്ടറുടെ ലേഖനത്തിന്റെ അനന്തരഫലങ്ങളെ നേരിടാൻ ഇതൊക്കെ ആ പ്രദേശത്തെ യോഗ്യമാക്കി. കൈസർ ഷിപ്പ്യാർഡിൽ വാറൻ ഒരു വിദഗ്ധനായി നിയോഗിക്കപ്പെട്ടു. അത് മാത്രമല്ല, വാറനും കൂട്ടുകാർക്കും സാൻകെസിൽ അവിടെയുള്ള ഒരു ജയിലിൽ ആദ്യത്തെ ഗ്രൂപ്പ് തുടങ്ങാനായി. ലാസ്കർ അവാർഡ് ലഭിക്കുമ്പോൾ ആവേശകരമായ ഒരു കാര്യമായിരുന്നു. നമുക്ക് സാൻകെസിനിൽ ജയിൽ ഗ്രൂപ്പ് തുടങ്ങാനായത് തന്നെ അതിന്റെ ഒരു തുടർ ഫലമാണ് എന്ന് പറയാം. നമ്മുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വാർത്തയാണ്, വലിയൊരു കഥയാണ്. സെന്റ് കേന്ദ്രത്തിലെ ഉദാരമതിയായ വാർഡൻ ക്ലിന്റൺ JT ഡപ്പി 1942 മുൻപ് തന്നെ ജയിലിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് മദ്യപിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ കാര്യത്തിൽ അദ്ദേഹം ഉപദേശിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം, പരിശീലനങ്ങൾ, വൈദ്യസഹായം, മനഃശാസ്ത്രം, മതം, പക്ഷെ മദ്യാസക്തർ ഇതൊന്നുമായി പൊരുത്തപ്പെടുന്നില്ല. കുടിയിലേക്ക് വരെ എത്തിക്കുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒന്നും തന്നെ പരിഹരിക്കപ്പെടുന്നില്ല. എതിർത്തു നിൽക്കുന്നവർക്ക് ഈ പുതിയ അറിവുകളുടെയും പദ്ധതികളുടെയും പ്രയോജനം ലഭിച്ചേക്കാം. ജീവിതങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരു ഉപകരണം എന്ന നിലയിൽ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലേക്കാണ് നോക്കുന്നത്. ഹെർഡർ ഡഫിയുടെ സഹായത്തിനായി വാറനും സാൻ ഫ്രാൻസിസ്കോയിലെ മറ്റംഗങ്ങളും ചേർന്നോടെ 1942 ജയിലിൽ ആദ്യ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഹാർഡൻ ഡഫി പിന്നീട് പറഞ്ഞു, പുറത്തുനിന്ന് 7 അംഗങ്ങളുടെ സഹായം ലഭിച്ചില്ലായിരുന്നെങ്കിൽ സെന്റ് കെൻത്തിലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അധ്യായം തീർച്ചയായും പരാജയപ്പെട്ടതുപോലെ തന്നെ മദ്യാസക്തരായ ജയിൽ അന്തേവാസികളുടെ ഉറച്ച നിലപാടും അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായതും സഹായം വേണമെന്ന് അവർക്ക് തോന്നിയതുമാണ് തുടക്കത്തിൽ തന്നെ നിലച്ചു പോകുമായിരുന്ന ഗ്രൂപ്പിനെ നിലനിർത്തിയത്. ലോസ് ഏഞ്ചൽസിലെ ലിയോ ആണ് സെന്റ് കസനിൽ തുടങ്ങാൻ കാരണമായത്. അദ്ദേഹത്തോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിലെ അംഗങ്ങളും ചേർന്നു. അതുപോലെ റിക്കാർഡോ എന്ന അന്തേവാസിയും തുടർച്ചയായിട്ട് സഹായിച്ചു. അവിടെ ജാക്ക് അലക്സാണ്ടറുടെ ലേഖനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ജാക്ക് അലക്സാണ്ടറുടെ ലേഖനം വളരെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതും അല്ലെങ്കിൽ അതിനെ തുടർന്ന് അതിനെ കുറിച്ചിട്ട് ഇനിയും പറയേണ്ട ഭാഗമാണ്. വളരെ വിശാലമായിട്ട് തന്നെ നമ്മൾ അതിനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ആ ലേഖനം അത്രയധികം പഠനം നടത്തിയിട്ടാണ് വന്നത്. പല ഭാഗങ്ങളിലും അദ്ദേഹം പോയി എങ്ങനെ ആയിരിക്കണം ഒരു വാർത്ത എനെ കുറിച്ച് വരേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടാണ് വാർത്തകൾ പുറത്തു വിടാറുള്ളത്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ 1941 കാലഘട്ടങ്ങളിൽ നമ്മളത് തെളിയിച്ചിട്ടുള്ളതാണ്. വളരെ കൃത്യമായിരിക്കും ഒരു വാർത്ത. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള വാർത്തയിൽ എന്തെങ്കിലും അക്ഷര പിശകുകൾ വരാറില്ല. വായിക്കുന്ന ആളുകൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശത്തെ കുറിച്ച് സന്ദേഹം ഉണ്ടാവില്ല. അതായിരിക്കണം ബില്ല് എപ്പോഴും പറയാറുണ്ട്, എന്തായിരിക്കണം ഒരു വാർത്ത. ഇപ്പൊ ജാക്ക് അലക്സാണ്ടറുടെ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ എത്ര പ്രാധാന്യം ഉണ്ടോ? തീർച്ചയായിട്ടും ആ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇത്രയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളില്ല. നമ്മൾ പറയും മഹാപ്രളയമായിരുന്നു ജാക്ക് അലക്സാണ്ടറുടെ ലേഖനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള ലേഖനം വന്നതിന് ശേഷം ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലാണെങ്കിലും നമുക്കറിയാം, ഇന്ത്യയിൽ നടന്ന ഒരു പരിപാടിയുണ്ട്. അമീർ ഖാൻ നടത്തിയ പരിപാടിയായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ കാരണമായത്. അപ്പൊ ഏതൊരു പരിപാടിയാണെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് പബ്ലിക്കിലേക്ക് അറിയിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഇത്രയൊന്നും ആളുകളും ഇത്രയൊന്നും സംവിധാനങ്ങളും ഇല്ലാത്തപ്പോൾ നമ്മുടെ ഫെലോഷിപ്പാണ്, നമ്മുടെ ജീവൻ നിലനിർത്തിയ ഫെലോഷിപ്പിന്റെ സന്ദേശത്തെ എത്ര കൃത്യമായി ഗൗരവമാർന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നാണ്. കാരണം ഇത് ആരാ സൂക്ഷിക്കേണ്ടത്? ആരാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? നമ്മൾ തന്നെയാണ്.
അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ വാർത്തകൾ കൊടുക്കുക, ആ വാർത്തകളുടെ എന്താ പറയുക ആധികാരികതകൾ നമ്മൾ ഉറപ്പുവരുത്താതിരിക്കുക. അപ്പൊ അതല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നിരവധി ഗ്രൂപ്പുകൾ തുടങ്ങി 1951 നമുക്ക് ലാസ്കർ അവാർഡൊക്കെ ലഭിക്കുന്നത്. അപ്പോ ലാസ്കർ അവാർഡ് ലഭിക്കുന്നതിനൊക്കെ കാരണമായത് ഇത്തരം പ്രവർത്തനങ്ങളാണ്. കാരണം നമ്മൾ ആലോചിക്കണം, അമേരിക്കയിലെ ഏറ്റവും വലിയ നോബൽ സമ്മാനത്തിന് തുല്യമായ ഒരു അവാർഡാണ് ലാസ്കർ അവാർഡ്. അതങ്ങനെ അത്ര ഈസി ആയിട്ട് പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു അവാർഡ് ആയിരുന്നില്ല ആ സമയത്ത് അമേരിക്കയിൽ. വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളുമായിട്ട് ഷെയർ ചെയ്തത് ന്യൂയോർക്കിലെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയൊരു കൺസെപ്റ്റ്. ഇന്ന് ലോകം മുഴുവൻ വ്യാപകമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അത്. കുറെ കൂടി പുരോഗമനമുള്ള രാജ്യങ്ങൾ നിർബന്ധിതമായിട്ട് ആളുകൾക്ക് എടുക്കേണ്ട പരിരക്ഷ പോലെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള സാധനത്തിന്റെ ഒരു ആദ്യത്തെ രൂപം അമേരിക്കൻ ഐക്യനാടുകളിൽ വരുന്നു. അതിന് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പഠനങ്ങൾ, വ്യക്തികൾ, അവർ ഈ മെഡിക്കൽ സയൻസിന് കൊടുത്ത പുരോഗമനമായ സമൂഹത്തിന് ശാസ്ത്രീയമായ രീതിയിലുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരന്റെ പരിപാടിയായിരുന്നു ലാസ്കർ അവാർഡ്. വളരെയധികം തികവുറ്റ ആളാണ്. നമ്മുടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന് ആ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആ ഒരു അവാർഡ് 1945 ആണ് നമ്മൾ ആ അവാർഡിന്റെ കാര്യങ്ങൾ വരുന്നത്. 51 ആൽക്കഹോളിക്സ് അനോണിമസിന് അത് കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആ തടങ്ങിയ സ്ഥലത്തുള്ള അംഗങ്ങളാണ് വളരെ വിഷമകരമായി നിരന്തരമായി വീണുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവിടെ സന്ദേശം കൊടുക്കുന്ന ഭാഗത്തുണ്ടായ ചില പാകപ്പിഴകള്, ആളുകൾ തമ്മിൽ ഈ ദൈവവിശ്വാസം ഉള്ള ആളുകളും ഇല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള കുഴപ്പങ്ങൾ. അപ്പൊ അവിടെ ഏതാണ്ട് 1-2 ആളുകൾ നിൽക്കുന്നിടത്തു നിന്ന് നമുക്കവിടെ ലാസ്കർ അവാർഡ് നിറഞ്ഞു കവിഞ്ഞ വേദിയിൽ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു നോബൽ സമ്മാനത്തിന് തുല്യമായിട്ട് മദ്യാസക്തി എന്നത് രോഗത്തെ അംഗീകരിക്കാതിരിക്കുന്ന കാലത്ത് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ തൊട്ട് നമ്മുടെ ഇപ്പൊ ചരിത്രത്തില് ഷിബോട്ട പറയുന്ന ഓരോ വ്യക്തികളും, നമ്മുടെ ആദ്യത്തെ ട്രസ്റ്റി ആയിരുന്ന അദ്ദേഹം, നോൺ എക്കാരനായിരുന്ന ട്രസ്റ്റി, അവരുടെ എല്ലാം സ്വാധീനം നമുക്ക് ഒരിക്കലും കുറച്ചു കാണാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പൊ അതിന് കാരണമായ പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വാർഡൻ ക്ലിന്റൺ ജെറ്റി എന്ന് പറയുന്ന ആള് ജയിലില്, അദ്ദേഹം പല പരിഷ്കാരങ്ങൾ അന്ന് വരുത്താണ്ട്, പ്രത്യേകിച്ച് ഈ മദ്യപിച്ച് കുറ്റം ചെയ്യുന്ന ആളുകൾ, ഈ മദ്യപാനം കൊണ്ട് പല ആളുകളെയും ജയിലിൽ പോയി കഴിഞ്ഞാല് നമ്മൾ ജയിലിൽ സന്ദേശം കൊടുക്കാൻ പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് തന്നെ അറിയാവുന്ന പോലെ തന്നെ പലരും ബ്ലാക്ക് ഔട്ടിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുണ്ട്, ഓർമ്മ ഉണ്ടാവില്ല എന്താ ചെയ്തതെന്നുള്ളത്. അപ്പൊ അവിടുത്തെ ഒരു വാർഡൻ അവിടെ ചില വിദ്യാഭ്യാസം കൊടുക്കാനും അവരെ സമൂഹത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ചില പരിശീലനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് വൈദ്യസഹായം കൊടുക്കുന്നു, അവരെ മനഃശാസ്ത്രത്തിന്റെ സഹായം, ഇനിയിപ്പോ അവർക്ക് മതപരമായിട്ടുള്ള വല്ല വിദ്യാഭ്യാസവും വേണോ, വല്ല പാസ്റ്റർമാരെയും അച്ഛന്മാരെയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനയും മറ്റു പരിപാടികളൊക്കെ നടത്തുന്നു. പക്ഷേ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞൊരു കാര്യം, മദ്യാസക്തൻ ഇതുമായിട്ടൊന്നും പൊരുത്തപ്പെടാറില്ല. നമ്മൾ പറയാറുണ്ട് മദ്യാസക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും അവൻ ഇത്തരം കാര്യങ്ങളുമായിട്ട് അടുക്കില്ല. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ ഈ പെർഫെക്റ്റിന്റെ ആളാണ്. അവനെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റില്ല. പക്ഷെ എല്ലാ ആളുകളും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഈ ഒരു മദ്യാസക്തന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ തന്നെ കൂട്ടായ്മകളിൽ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തില് നമ്മൾ നിരവധി പരിപാടികൾ ഹോസ്പിറ്റലുകളുമായിട്ടും മറ്റ് സ്ഥാപനങ്ങളുമായിട്ടും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ പദ്ധതി, മദ്യാസക്തന്റെ കുടുംബങ്ങളെ പുനരുദ്ധാരണം നടത്തുക, അവരെ വീണ്ടും സമൂഹത്തിലേക്ക് കൊണ്ടുവരിക, നല്ല ബിസിനസ് ചെയ്യുക. എല്ലാവർക്കും ആഗ്രഹം അത് തന്നെയാണല്ലോ സമൂഹത്തിൽ. എന്തുകൊണ്ടാവും നടക്കാതിരുന്നത്? അവിടെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഉണ്ടാവാനുള്ള കാരണം. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചാ. ഇപ്പൊ അനോണിമിറ്റിയുടെ കാര്യമായിക്കോട്ടെ, നമ്മൾ ചില കാര്യങ്ങളിൽ വാശി പിടിക്കാനും, ഇപ്പോ ഗ്രൂപ്പുകളിൽ നമ്മൾ പറയാറില്ലേ, നമ്മുടെ ആത്മീയ പ്രോഗ്രാമാണെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഒരു സമയത്ത് കാണാം ഇവര് ഫെലോഷിപ്പിൽ കുറ്റം പറയാറില്ല മറ്റുള്ളവരുടെ എന്ന് പറയുന്നു, ഇപ്പുറത്ത് അവര് കടന്നിട്ട് ഇങ്ങനെ തല്ലുകൊടുന്നു എന്നൊക്കെ പുതുതായിട്ട് വരുന്നവർ വിചാരിക്കാം.
അതെന്തുകൊണ്ടാ വെച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു, നമ്മുടെ ഫെലോഷിപ്പ് ആണെന്നുള്ള ബോധ്യം കൊണ്ടാണ്. അവിടെ തെറ്റ് നടക്കുമ്പോൾ അതിന് അതോറിറ്റി നമ്മൾ തന്നെയാണ്. എന്റെയാണ് എന്ന ബോധ്യമുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്, ഇത് പഴയ മനോഭാവത്തിൽ വലിച്ചു കീറുന്ന മനോഭാവമല്ല, അല്ലെങ്കിൽ നിത്യനിതാന്തമായ ശത്രുതയിലല്ല, ആത്മീയമായ തലത്തിൽ തന്നെ നമുക്കതിനെ എതിർക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയാനും തെറ്റായ ദിശയിലേക്ക് പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ ചൂണ്ടിക്കാണിക്കാനും എല്ലാം നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത് ഇത് പഠിച്ചു വന്നതാണ് ചരിത്രത്തിലൂടെ. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ആ ജയിലിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരും മദ്യാസക്തരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിരവധി കാര്യങ്ങൾ കൊണ്ടുവന്നു. മതം കൊണ്ടുവന്നിട്ടുണ്ട്, മനഃശാസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സഹസ്ഥാപകന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബോബിന് വേണ്ടിയിട്ട് ഒരു റെട്രീറ്റ് തന്നെ, ഒരു പ്രാർത്ഥനാ യോഗം നടന്നിട്ടുണ്ട്. ബോബ് സോബർട്ടിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? അവിടെയാണ് ഇത് എല്ലാത്തിന്റെയും മിക്സ് ആയിട്ട് ഒരു കള്ളുകുടിയൻ ആപ്റ്റാവുന്ന രീതിയിൽ കള്ളുകുടിയന്മാരാൽ ഉണ്ടാക്കപ്പെട്ട മോചന പദ്ധതിയാണ് ഇവിടെ. അലസ്കർ അവാർഡിന്റെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അവാർഡ് കൊടുത്ത ഭാഗത്ത് തന്നെ അവർ കൃത്യമായിട്ട് എനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എയുടെ ഫെലോഷിപ്പ് ഇങ്ങനെയാ പ്രവർത്തിക്കുന്നത്, അവരങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലല്ല, അവരുടെ അംഗങ്ങളുടെ സംഭാവനകളിലൂടെ തന്നെയാണ്. അതൊക്കെ വലിയ ഒരു അറിവാണ് അന്നത്തെ കാലത്ത്. കാരണം സംഘടനകളൊക്കെ വരുമ്പോ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു, വലിയ വലിയ കാഴ്ചപ്പാടുകൾ പറയുന്നു. നമുക്കൊന്നുമില്ല, നമ്മുടെ ലക്ഷ്യം അന്നേ നിർണയിച്ചിട്ടുണ്ട്. മദ്യരഹിതമായ സുബോധാവസ്ഥ, മറ്റ് അമിത മദ്യാസക്തരെ രോഗശമനത്തിനായി സഹായിക്കുക, ഇതാണ് നമ്മുടെ കാര്യം. നമ്മൾ വലിയ കാര്യങ്ങളും വലിയ സംഭവങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം ബില്ലിനൊക്കെ വ്യക്തമായിട്ട് അറിയായിരുന്നു, മദ്യാസക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പരായ ആദർശവാദിയാണ്. അവൻ ഡയലോഗൊക്കെ അടിക്കും, പക്ഷെ അവന് നടപ്പിലാക്കാനുള്ള അവന്റെ പ്രയാസങ്ങള്, നേരത്തെയൊക്കെ നമ്മുടെ അധ്യായങ്ങൾ നമ്മൾ കണ്ടു, വൈകാരികമായ ബോംബുകളാണ്. എന്തുകൊണ്ടാണ്? അവൻ അവന്റെ തെറ്റ് കണ്ടെത്തുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തും. ഒരിക്കലും അവനെ പരിശോധിക്കാനായിട്ട് സാധ്യമാവില്ല. അപ്പോ ആ ജയിലിൽ ഉണ്ടായിരുന്ന വാർഡൻ, അദ്ദേഹം പല പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ രീതിയിൽ നടത്തി നോക്കി. അവിടെ ആളുകളെ മതം പറഞ്ഞു കൊടുക്കാൻ നോക്കി, മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു. പക്ഷേ മദ്യാസക്തർ ഇതുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്നില്ല. പിന്നീട് അവർ നോക്കുമ്പോ അവര് കുടിയിലേക്ക് എത്തിപ്പോവാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ കേൾക്കാൻ തയ്യാറാണ്, കേൾക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെയോ പറയാൻ പറ്റാത്ത കാരണങ്ങളാൽ അവർ കുടിയിലേക്ക് പോകുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുടിയിലേക്ക് മദ്യാസക്തരെ എത്തിക്കുന്ന പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം എന്നാ പറയുന്നത്. അപ്പൊ അത് അവരെന്തുകൊണ്ടാണ് എതിർത്ത് നിൽക്കുന്നത്? അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക്സ് അനോണിമസ് ആയിരുന്നു അവിടെ അതിനുള്ള ഉത്തരം കൊടുക്കാൻ തുടങ്ങിയത്. അവിടെ കടന്നു ചെല്ലുന്നു, മദ്യാസക്തർക്ക് പരസ്പര അനുഭവങ്ങളിലൂടെ, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ലളിതമായ ഒരു പരിപാടിയിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അവിടെ. ഈ പറയുന്ന എല്ലാ രീതിയിലും വിദ്യാഭ്യാസവും പരിശീലനങ്ങളും വൈദ്യസഹായവും മനഃശാസ്ത്രവും മതവും എല്ലാ തരത്തിലും പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഇതിന്റെ എല്ലാം കോംബോ ആയിക്കൊണ്ട് കടന്നു ചെല്ലുന്നു, എയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഓരോ മനുഷ്യനും അവൻ്റെതായ രീതിയിൽ അവന്റെ മോചനത്തിലേക്ക് വരാനുള്ള മാർഗം അവിടെ കടന്നു വരികയാണ്. അപ്പൊ അവിടെ എന്തായി, അദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട് ആ ഭാഗത്ത് സാൻ ഫ്രാൻസിസ്കോയിലെ മറ്റേ അംഗങ്ങൾ ചേർന്നു. 1942 നമ്മൾ ജയിലിൽ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോ അദ്ദേഹം പറയുമായിരുന്നു, പുറത്തു നിന്നുള്ള അംഗങ്ങളുടെ സഹായം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെന്റൻസിലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന അധ്യായം പരാജയപ്പെട്ടു പോകുമായിരുന്നു എന്നാ പറയുന്നത്. അതേപോലെ പുറത്തു നിന്നുള്ള അംഗങ്ങളുടെ സഹായത്തിന്റെ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ആ മദ്യാസക്തരായിട്ടുള്ള അതിന്റെ ഉള്ളിലെ ആളുകളുടെ ഉറച്ച നിലപാടും അതും വലിയ സഹായകരമായി. കാരണം അവര് നിൽക്കണമല്ലോ, അവര് നിന്നാലാണല്ലോ പ്രവർത്തിക്കുക. അതേപോലെ ഏറ്റവും പ്രധാനം, ഈ പുറത്തു നിന്നുള്ള ആളുകൾ അവിടെ വരുന്നു, ആകർഷകമാകുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കും. അവർ തങ്ങൾക്ക് കിട്ടിയ പരിഹാരം അതവിടെ പറഞ്ഞു. മറ്റാളുകള്
അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നു. അവർക്കും ഇതാണ് ഉണ്ടായത് തോന്നുന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കാൻ തയ്യാറായത്. അടിച്ചേൽപ്പിക്കുന്ന പോലെ ആയിരുന്നില്ല. അല്ലെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെക്കാൾ ഉയർന്നവരാണ് എന്ന ചിന്ത പുറത്തുനിന്ന് പോയ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം തുല്യരാണ്. നിങ്ങൾ ചില തെറ്റുകളെ കൊണ്ട് നിങ്ങൾ ജയിലിന്റെ ഉള്ളിലായി, ഞങ്ങൾ പലരും പിടിക്കപ്പെടാത്തതുകൊണ്ടും കൂടുതൽ തെറ്റില്ലാത്തത് കൊണ്ടും പുറത്തായി എന്നുള്ള ആ മനോഭാവത്തിലായിരുന്നു നമ്മുടെ പ്രവർത്തനം അവിടെ. അപ്പൊ അവിടെ അദ്ദേഹം ആ ഒരു വാർഡൻ നന്ദിയോടുകൂടി നമ്മുടെ അംഗങ്ങളുടെ സഹായം ആലോചിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഗ്രൂപ്പായിരുന്നു. അതാണ് അദ്ദേഹം അതിന് അവിടെയുള്ള ആളുകൾക്ക് ഒരു സഹായം കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് അത് സംഘത്തിലെ എയുടെ ഗ്രൂപ്പായി മാറുന്നു. അതേപോലെ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. ഈ പ്രോഗ്രാം തുടർച്ചയായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കണം, ചില ആത്മീയമായ ചില നടപടിക്രമങ്ങൾ എടുക്കാൻ തയ്യാറുള്ളവരാകണം. പഴയ ജീവിതത്തെ കളയാൻ തയ്യാറായാലാ പുതിയ ജീവിതം ഉണ്ടാവുക. അതിന് ചില കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് നമ്മുടെ ഈ അംഗങ്ങളുടെ അനുഭവങ്ങളിലൂടെ അവർ പഠിച്ചു. വേറൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. വലിയ തത്വങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നില്ല, മാറ്റങ്ങളെ കുറിച്ചുള്ള ക്ലാസ് എടുപ്പുകൾ ഉണ്ടായിരുന്നില്ല. വളരെ കൃത്യമായിട്ട് എങ്ങനെയാ മാറിയത്, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഞങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണെന്നുള്ള കാര്യങ്ങൾ അത് ആ ജയിലിലെ അംഗങ്ങൾക്ക് മനസ്സിലായി. അവർ ആ മോചന പദ്ധതിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടായി. അതായിരുന്നു ആ ഗ്രൂപ്പിനെ നിലനിർത്തിയത്. അപ്പൊ അവിടെ ലിയോ എന്ന് പറയുന്ന ആള്, അദ്ദേഹമാണ് തുടങ്ങാനായിട്ട് ആ ജയിലിന്റെ ഉള്ളിൽ കാരണമായത്. പിന്നീട് സാൻ ഫ്രാൻസിസ്കോയിലെ മറ്റംഗങ്ങൾ, അതേപോലെ വളരെ നന്നായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന റിക്കാർഡോ എന്നുള്ള അന്തേവാസിയെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും നമ്മുടെ ക്ലിന്റൺ ഡഫി അദ്ദേഹമാണ് നമ്മൾ നന്ദിയോടുകൂടി മരിക്കുന്നതിൽ അദ്ദേഹം മരണപ്പെട്ടു. പക്ഷെ വലിയ ഉത്സാഹവും സന്മനസ്സും ഉണ്ടായിരുന്നെങ്കിൽ അതേപോലെ തന്നെ വലിയ പ്രശ്നങ്ങളും നമുക്കുണ്ടായിരുന്നു. മീറ്റിംഗ് പതിവാകുക എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് അംഗങ്ങൾ പതിവായി ജയിലിൽ വന്നു പോകും. മറ്റ് അന്തേവാസികളാൽ കളിയാക്കപ്പെടാൻ ഇത് ഇടയാകും. കടുത്ത നടപടികൾ വേണമെന്ന് വാദിക്കുന്ന കുറെ കുറ്റവിദഗ്ധർ ഒരു പാഴ്ശ്രമം എന്ന് പറഞ്ഞ് നെറ്റിച്ചുളിക്കും. ഇതൊക്കെ കുറ്റവാളികളെ കയറൂരി വിടാൻ ഇടയാക്കുമെന്ന വലിയ അപകട സാധ്യതകൾ വിളിച്ചു വരുത്തും. പക്ഷെ വാറൻ ഡഫി അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ വിശ്വാസം നീതീകരിക്കപ്പെട്ടു. വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുത്തു. മധ്യസ്ഥരല്ലാത്തവർ പോലും അതിൽ ചേരാൻ തയ്യാറായി. ഉയർന്ന ധാർമ്മികത, ആ സ്ഥാപനത്തിൽ ഉയർന്ന സ്ഥാനം നേടിക്കൊടുക്കാനിടയാകുന്നു. ഏക്കാർ സ്വതന്ത്രരായി ജയിലിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ തുടങ്ങി. മീറ്റിംഗിൽ ഒരു കാവൽക്കാരൻ മാത്രമാണ് മേൽനോട്ടത്തിനുണ്ടാവുക. അയാൾ പുറത്തു നിൽക്കുകയുമാവും. അയാളാകട്ടെ അതിഥികളായ അംഗങ്ങളുടെ സഹായത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു. പരോളിൽ ഇറങ്ങുന്ന മധ്യാസക്തരുടെ കുറ്റവാളികളുടെ എണ്ണം 80% നിന്ന് പെട്ടെന്ന് 20% താണു. അവിശ്വാസികളിൽ കൂടുതൽ വിശ്വാസികൾ ഉണ്ടായി. ആദ്യകാല ചരിത്രമാണിത്. 300ഓളം ഗ്രൂപ്പുകൾ ജയിലുകൾക്കുള്ളിൽ നമുക്ക് സാധ്യമായി എന്ന് നമുക്കറിയാം. ഇന്ന് ആയിരക്കണക്കിന് അന്തേവാസികൾ ഇപ്പോൾ പുറത്താണ്. വാറൻ ജയിലുകളിലെ ആരംഭ ഒരാളെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ വ്യവസായശാലകളിലേതും ജയിലിലെ സാഹസിക സംരംഭങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ കേസർ ഷിപ്പ്യാർഡിലെ മദ്യപാന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസും അമേരിക്കയിലെ പ്രമുഖ റെയിൽ റോഡ് മാനേജ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഓഫീസുകളിലും ലൈനുകളിലുമുള്ള മദ്യാസക്തരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ. ഇതൊരു പക്ഷേ ഈ വർഷം ഒട്ടും അതിശയോക്തിപരമല്ലായി ഇരിക്കാം. വാറനും ആലീസിനും അവരുടെ റെയിൽ റാഡുകളിൽ 100 കണക്കിന് സുഹൃത്തുക്കളെ സുബോധത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു സർവകാല റെക്കോർഡ് ഇട്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. ഒരിക്കൽ മറ്റുള്ളവരും അവരുടെ മദ്യാസക്തരായ ജോലിക്കാരുടെ പുനരധിവാസത്തിന് മാതൃകയാക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അവിടെ ഓരോ മാറ്റവും
ഒരു മാറ്റവും നമ്മൾ പറയുന്ന പോലെ ചെറുതല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ആ മാറ്റത്തിനെ തുടർന്ന് വന്ന് കടുത്ത പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട്. അപ്പൊ അവിടെ വാറൻ റഫിന്റെ ആ ഒരു പ്രവർത്തന ഫലമായിട്ട് വളരെ നല്ല രീതിയിൽ ജയിലിൽ സന്ദേശം പോകുന്നുണ്ട്. ജയിലിലെ ആളുകള് ഇപ്പൊ നമുക്ക് അതിന്റെയൊക്കെ നമ്മൾ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജയിലിലെ പ്രവർത്തനം എന്നൊക്കെ ഉള്ളത് നമുക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. വളരെ മാതൃകയായിട്ടുള്ള AA മീറ്റിംഗിന്റെ വീഡിയോ അതിനായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്, ഷൂട്ടിംഗ് ആയിട്ട്. AA അംഗങ്ങളല്ല, പക്ഷെ AA അംഗങ്ങളല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ട് നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് യൂട്യൂബിലൊക്കെ ലിങ്കിൽ കാണാൻ പറ്റും. പക്ഷെ ആ കാലത്ത് എന്താ പറയുക, ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന എതിർപ്പുകളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകളും ഉണ്ട്. കാരണം പുറത്തു നിന്നുള്ള ആളുകളാണ് അവിടെ ജയിലിലേക്ക് പോകുന്നത്. അതേ സമയത്ത് അവിടെ കൊടും കുറ്റവാളികളുള്ള സ്ഥലമാണ്. പല രീതിയിലുള്ള മനുഷ്യരുണ്ട്. അവരെ കളിയാക്കും. ആ കളിയാക്കുന്ന സമയത്ത് ഇത് ഉൾക്കൊള്ളാനായിട്ട് മദ്യാസക്തന് പറ്റുമോ എന്നുള്ള പ്രശ്നം. അതേപോലെ ഈ ഇത് പോരാ, ഇതൊക്കെ അവരുടെ തെറ്റുകൊണ്ടാണെന്ന് പറയുന്ന ഒരു കൂട്ടം അധികൃതർ അവിടെ ഉണ്ട്. പിന്നെ കുറ്റവാളികൾക്ക് കൃത്യമായിട്ട് മദ്യത്തിന്റെ പുറത്താണെങ്കിലും അവര് കുറ്റം ചെയ്തവരാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ നിയമങ്ങൾ വളരെ കർശനമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതൊക്കെ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് വളരെ ലാഘവത്തോടു കൂടി കാണാനൊക്കെ ഇത് ഇടയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു പാഴ്ശ്രമമാണ്, ഇതുകൊണ്ടൊന്നും ഈ കള്ളുടിയന്മാർ മാറാൻ പോകുന്നില്ല. നമ്മൾക്ക് അറിയാലോ, നമ്മൾ പലരും ഇതിലേക്ക് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കാരോ ഒക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ കേട്ടാ പറയില്ല, അവൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് പറയാറുണ്ട്. നമുക്ക് പലപ്പോഴും ദേഷ്യം വരാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ മദ്യാസക്തരുടെ കാര്യത്തിൽ എല്ലാ ആളുകളും അങ്ങനെയാണ്. കാരണം ആ പ്രതീക്ഷകളെല്ലാം മങ്ങിയിട്ടുണ്ടാവും. നമ്മൾ പല രീതിയിൽ ആളുകളുമായിട്ട് സംസാരിക്കും, വാക്കുകൾ കൊടുക്കും, പക്ഷെ ആ വാക്കുകൾ പൂർത്തിയാക്കില്ല. അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് ജയിലിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തില് ഈ പറയുന്ന ആളുകളൊക്കെ കൂടിയിട്ട് പുറത്തു പോകുന്നു, കുടിക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, തീർച്ചയായിട്ടും ഏനെ ബാധിക്കും. ഇനിയിപ്പോ ഈ സന്ദേശം കൊടുക്കാൻ പോകുന്ന ഏക്കാരൻ അവിടെ എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ ഈ ജയിലിൽ പോകുന്ന ഏതെങ്കിലും ക്രിമിനലുമായിട്ട് അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഈ ക്രിമിനലും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിമിനൽ ആയിട്ടില്ല, നമ്മൾ ചെയ്ത കുറ്റം പിടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പല ആളുകളും ആ അകത്ത് കിടക്കുന്ന ക്രിമിനലുകളെക്കാൾ ഭീകരന്മാർ പുറത്തുണ്ടാവും. നമ്മൾ പുറത്തും ഭയങ്കര ഭീകര ജീവികളെ പോലെ ജയിലിലെ മനുഷ്യരെ നോക്കും. നമ്മളെ പോലെ മനുഷ്യർ തന്നെയാണ് അവർ ജയിലിൽ കിടക്കുന്ന ആളുകൾ. ചില കാര്യങ്ങളെ കൊണ്ട് അവരകത്തായി, നമ്മൾ പുറത്തായി ചില ആളുകൾ എന്നുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പല വിധത്തിലും മനുഷ്യന്റെ ഈ സാമൂഹികപരമായ കാഴ്ചപ്പാടുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കും. നമ്മളൊന്ന് ആലോചിക്കണം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്ന് ആ ജയിലിൽ പ്രവർത്തിക്കാൻ പോയ അംഗമൊക്കെ ഏത് തരത്തിലുള്ള എന്താ പറയാ മനോഭാവത്തിലാവും പോയിട്ടുണ്ടാവുക. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് നമ്മുടെ ഫെലോഷിപ്പിന് ഒരു പേരുദോഷം വരരുത് എന്നുള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. പലപ്പോഴും ഞങ്ങള് ഈ ഒരു സംഭവം വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഞങ്ങളവിടെ ഒരു സ്കൂളിൽ പെർമിഷന് വേണ്ടി പോയ സമയത്ത് അവർ സ്കൂൾ തരില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ആ സ്കൂൾ തരില്ല എന്ന് പറഞ്ഞാൽ +2 വരെയുള്ള സ്കൂളാണ്. അതിലെ പ്രിൻസിപ്പളിനോട് വളരെ പെട്ടെന്ന് തന്നെ നീരസം വരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളെ വിളിക്കാനൊക്കെയുള്ള ഒരു ശ്രമം, ആ ഒരു വാശി, ഈഗോ അവിടെ കടന്നു വരുമ്പോ ഒരു പഴമക്കാരൻ അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ടിട്ട് പറയുകയാണ്, നമ്മുടെ മൂന്നാം പടിയൊക്കെ പറഞ്ഞുകൊണ്ട്, നീ ആരാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ? അവിടെ നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരാണ്. അത് പെട്ടെന്ന് ആലോചിക്കുന്നത് നമ്മുടെ ഈഗോ ആണ് നമുക്ക് വലുത്. എനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാ നമ്മളെ ഇടപെടുക. യഥാർത്ഥത്തിൽ എഹേനെ പറഞ്ഞതാവില്ല, നമ്മുടെ ഈഗോ ആയിരിക്കും. എയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയാണ്. അതൊക്കെ അന്നത്തെ കാലത്ത് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ സന്ദേശം മറ്റു മദ്യാസക്തരിൽ, കഷ്ടപ്പെടുന്ന മറ്റു മദ്യാസക്തരിലേക്ക് എത്തിക്കണം. ഇതായിരുന്നു അത്. അവിടെ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ പങ്കെടുക്കാതെ, ബാക്കി കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാതെ അവിടെ വളരെ മാതൃകാപരമായിട്ട് അവിടെ ചെല്ലുന്നു. അതോടൊപ്പം തന്നെ നന്ദിപൂർവ്വം സ്മരിക്കേണ്ട ആള് തന്നെയാണ് ജയിൽ വാർഡൻ. അദ്ദേഹം സ്വയം റിസ്ക് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും പേരുദോഷമാണ്. അദ്ദേഹത്തിന് വേണ്ടി തലയുയർത്തി നിൽക്കാൻ പറ്റില്ല. അവിടെയാണ്
ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്, വാറൻ ഡഫിയുടെ ആ ഒരു മനസ്ഥൈര്യം, അത്തരത്തിലുള്ള വാറൻ ഡഫിമാര് നിരവധി പേര് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രത്തിലൂടെ കടന്നുപോകുന്നു. അവരോട് നന്ദി പറയാതെ നമുക്ക് ഈ ചരിത്ര വായന മുഴുമിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം തീർച്ചയായിട്ടും നീതീകരിക്കപ്പെടുന്നു. എങ്ങനെയാണ്? നമ്മളല്ല എന്ന അബോധ്യത്തോടു കൂടി നമ്മുടെ കൂട്ടായ്മയുടെ കൂട്ടായ ആ ഒരു പ്രവൃത്തി, തീർച്ചയായിട്ടും അത് തന്നെയാണ് അവിടെ ജയിക്കുന്നത്, അല്ലെങ്കിൽ ആ മോചനത്തിലേക്ക് കടന്നു വരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് അവിടെയുള്ള മറ്റുള്ള ആളുകളുടെ വിശ്വാസം നേടിയെടുക്കുന്നത് എങ്ങനെ? വിശ്വാസം നേടിയെടുത്ത പ്രവൃത്തിയിലൂടെയാണ്, പ്രസംഗത്തിലൂടെയല്ല, ഇന്നതാണെന്ന് പറയുന്ന വാഗ്ധോരണികളിലൂടെ ആയിരുന്നില്ല, മറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൃത്യമാർന്ന മീറ്റിങ്ങുകൾ, ജയിൽ വാർഡിൽ നടന്ന മീറ്റിങ്ങുകളുടെ അനന്തരഫലമായി അവരുടെ മദ്യരഹിതമായ ജീവിതം, അവരുടെ പുറത്തേക്കുള്ള ആ ഒരു എടുത്തു മാറ്റം എന്നൊക്കെ പറയാം, ജയിലിൽ നിന്ന് അവർ പറിച്ചു നടന്ന പോലെ മാറുന്നു. അവർക്കുണ്ടായ മാറ്റം അത് സമൂഹം വിലയിരുത്തുന്നു. അതിലൂടെ അവനെന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അയാളുടെ ഏറ്റവും വലിയ പരസ്യം അതാണ്. നമ്മൾ 216 പേജിലൊക്കെ പറയാറുണ്ട്, എങ്ങനെയായിരിക്കണം ഒരു മദ്യാസക്തന്റെ ആത്മീയമായ ഉണർവിനെ കുറിച്ച്. ഇവിടെ ബില്ലിന്റെ ആ വെള്ളി വെളിച്ചത്തെ കുറിച്ച് പറയുന്ന പോലെ തന്നെ അതല്ലാത്ത ആളുകളുടെ വെളിച്ചം അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. അവരുടെ പ്രവൃത്തിയാണ് ആ വെള്ളി വെളിച്ചം എന്ന് പറയാറുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവൃത്തി അന്നത്തെ പഴമക്കാരിലൂടെ അവിടെ പ്രവർത്തിക്കപ്പെടുന്നു. അത് തന്നെയാണ് നമ്മുടെ ഓരോ ഭാഗങ്ങളും പിന്നീട് തുടർച്ചയായിട്ട് കടന്നു വരുന്നത്. ആ നിരന്തരമായിട്ടുള്ള വീഴ്ചയില്ലാത്ത, ഒരു മടുപ്പുമില്ലാത്ത ആ ചെരുപ്പ് കുത്തി അവസാനം വരെ ചെരുപ്പ് കുത്തിയുടെ പണിയെടുക്കുക എന്ന പ്രവൃത്തിയായിരുന്നു. ചരിത്രത്തിൽ ഞങ്ങൾ എവിടെ അടയാളപ്പെടുത്തുന്നു എന്നല്ല, മറിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഈ സന്ദേശത്തെ പകർന്നു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വളർന്നത്. അല്ലാണ്ട് ഞാൻ ഇരിക്കുന്ന കാലത്ത് എന്റെ പേര് പുറത്തേക്ക് വരണമെന്ന ആഗ്രഹത്തിലായിരുന്നില്ല പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. അത്ര മനോഹരമായ സന്ദേശമാണ് തന്നത് നമ്മൾ ആലോചിക്കണം. അവിടെ എന്താ ഉണ്ടാവുന്നത്? വളരെ പെട്ടെന്ന് അത്യാസക്തരല്ലാത്ത മറ്റു ആളുകൾക്ക് പോലും ആ മാനസാന്തരം വന്നുകൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ, നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ജയിലുകളിലൊക്കെ ഈ അച്ഛന്മാരും മറ്റ് സഭകളിലെ ആളുകളൊക്കെ വരാറുണ്ട്. അവിടെ അവർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവൃത്തിയിലൂടെ നടക്കുന്നത്. അപ്പൊ മറ്റാളുകളും ഇതിനോട് താല്പര്യപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ അവിടെ അധാർമികത കൃത്യമായിട്ട് പ്രവർത്തിക്കാനായി തുടങ്ങുന്നു, മാറ്റമുണ്ടാകുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് പങ്കെടുക്കുന്ന ആളുകൾക്ക് ആ മാറ്റം മറ്റുള്ളവർ കണ്ടുകൊണ്ടാണ് അയാളെ വിശ്വസിക്കാൻ തുടങ്ങിയത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്വതന്ത്രമായിട്ട് അംഗങ്ങളെ അവിടെ സ്വാഗതം ചെയ്ത് വരൂ. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ? സമൂഹത്തിൽ കുറ്റവാളികളൊന്നും ഇല്ലാതെ മനസമാധാനത്തോടുകൂടി നല്ല ജീവിതം ഉണ്ടാവണം തന്നെയാണ്. പൊതുശല്യമായിട്ട് മാറുന്ന ഈ ഒരു മദ്യാസക്തർ, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റം അത് ഇത്തരം ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനം. അല്ലാത്ത സമയത്ത് എന്താണ്? ഇവര് പുറത്തു പോകും, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയാണ്. പലപ്പോഴും പരോളിൽ ഇറങ്ങിയിട്ട് അവർ തിരിച്ചു വരാതെ വീണ്ടും കുടിച്ചു പോകുന്ന ആളുകളുണ്ട്. അവിടെ അതൊക്കെ കുറയാൻ തുടങ്ങി. ആൽക്കഹോളിക്സ് അനോണിമസ് വന്നതിന് ശേഷം അതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നു. അവർ സ്വയം ഉണ്ടാക്കുന്ന ആ ഒരു ധാർമ്മികതയുള്ളിലായി അവിശ്വാസികളായിരുന്ന പല ആളുകളും വിശ്വാസത്തിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം എയുടെ ചരിത്രമാണ്. ഇതൊരു പള്ളി കമ്മിറ്റിക്കാരനോ അല്ലെങ്കിൽ അവിടുത്തെ പള്ളിയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അച്ഛന്മാരോ ഉപദേശകരായ പാസ്റ്റർമാർക്കോ നടത്താൻ പറ്റാത്ത കാര്യം ആൽക്കഹോളിക്സ് അനോണിമസ് അന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 300ഓളം ഗ്രൂപ്പുകൾ പിന്നീട് ജയിലിൽ സാധ്യമായത് ഇതിന്റെ എല്ലാം തുടർച്ച പിടിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ നടത്തുന്ന ഏതൊരു പ്രവർത്തനവും അതിന്റെ അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ അത് ഭാവിയിലേക്ക് എവിടെ എത്തുമെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ എക്ക് വേണ്ടി നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അത്രത്തോളം സൂക്ഷ്മത, അതേപോലെ കണിശത അത് പുലർത്തേണ്ടതുണ്ട്. അത് നാളെ ചരിത്രത്തിന്റെ ഭാഗമായി മാറണം. ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വേഷം കെട്ടലുകാരനായിട്ട് ഞാൻ കാണിക്കേണ്ടതില്ല, മറിച്ച് എന്താണ്? എന്റെ ഉത്തരവാദിത്തമാണ്, ഇത് ഞാൻ ഉപാധികളില്ലാതെ പകർന്നു കൊടുക്കേണ്ടതാണ് എന്ന അർത്ഥത്തിലേയുടെ ആ ഒരു സേവന പ്രവർത്തനത്തിലേക്ക് വരണം എന്ന് പറയുകയാണ്. നമുക്ക് ജയിലിലെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അദ്ദേഹം നമ്മുടെ വലിയ വലിയ വ്യവസായശാലകളിലെ പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്
ഒരു ചുമതല കൂടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജയിൽ വാർഡിലെ പ്രശ്നങ്ങൾ പോലെ തന്നെ അവിടെ വലിയൊരു കൈസർ ഷിപ്പ് യാർഡ് എന്ന് പറയുന്ന വലിയൊരു ഷിപ്പ് യാർഡ് ഉണ്ട്. അവിടെയുള്ള ആളുകളുടെ അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ പേരായി ഇദ്ദേഹം ഈ മദ്യപാന പ്രശ്നമുള്ള ആളുകളെ പരിഹരിക്കുന്നുണ്ട്. അപ്പൊ വലിയ ഷിപ്പ് യാർഡുകളിൽ ജോലിക്കാർ അവർ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇത് കമ്പനിയെ ബാധിക്കുന്നു. കമ്പനിയുടെ പ്രോഫിറ്റിനെ കൃത്യമായിട്ടുള്ള വർക്കിന് ആളുകൾ കയറുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ ചുമതല അദ്ദേഹത്തിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ആ ഒരു മാനേജ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസും നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നുണ്ട്. അവിടുത്തെ ഓഫീസുകളിലും അവിടുത്തെ ലൈനുകളിലുമുള്ള മദ്യാസക്തരുടെ കാര്യത്തിൽ മീറ്റിങ്ങുകൾ നടത്താനുള്ള ശുപാർശകൾ നടത്തുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ സന്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നു. അപ്പൊ അവിടെ അവരുടെ ആ ഒരു പ്രവർത്തനം ആ റെയിൽ റോഡുകളിൽ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലെ ഓരോ പ്രദേശത്തും വ്യവസായശാലകളുടെ ഇരുണ്ട ഇടനാടുകളിൽ അവസാനിച്ചു പോകുമായിരുന്ന മദ്യാസക്തരെ കൈപിടിച്ചുകൊണ്ട് സുബോധത്തിലേക്ക് എത്തിക്കാൻ ആ വാറൻ ഡഫയുടെയും ആലീസിന്റെയും പ്രവർത്തനം ഇതൊക്കെ ഒരു സർവകാല റെക്കോർഡായിട്ട് പിന്നീട് മാറുന്നു. ചരിത്രത്തിൽ വലിയ ഈ ലസ്കർ അവാർഡൊക്കെ നമുക്ക് കിട്ടുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം വെറുതെ അങ്ങനെ ലസ്കർ അവാർഡ് നമുക്ക് കിട്ടിയതല്ല. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവരാൽ അത് റിമാർക്കബിൾ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ മാറ്റം സമൂഹത്തിൽ അനുഭവിക്കാനായി സാധ്യമായിട്ടുണ്ട്. അപ്പൊ ഏതൊരു മാറ്റവും ഏതൊരു പ്രവൃത്തിയും ആ സമൂഹത്തിലെ പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിന് യഥാർത്ഥ ഫലം ഉണ്ടാകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ചരിത്രത്തിൽ നമ്മൾ എയുടെ ഈ ഒരു താളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് വിഭാവനം ചെയ്ത സുബോധം ആശംസകൾ നടത്തുന്നു. താങ്ക് യു. താങ്ക് യു ഉണ്ണിച്ച.